ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളോട് തത്സമയം പ്രമുഖ ക്രൈസ്തവ സഭാ തലവന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ച വളരെ സൗഹാർദ്ദപരമായിരുന്നു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും രാജ്യം വികസനത്തിന്റെ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നതിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിനെ സംബന്ധിച്ച് എല്ലാവരും വളരെ വലിയ മതിപ്പാണ് പ്രകടിപ്പിച്ചത്. മറ്റ് ആശയവിനിമയങ്ങളെല്ലാം തികച്ചും ഈ നാടിനെ സംബന്ധിച്ചും കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ചും ഭാവിയിൽ പ്രയോജനകരമാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു. തുടർന്നും പ്രധാനമന്ത്രി എല്ലാവരുമായിട്ടും വീണ്ടും ആശയവിനിമയം നടത്തുന്നതിനെക്കുറിച്ച് ആണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. ഈ റബ്ബർ വില ഉയർത്തുന്നത് അല്ല, അത്തരത്തിലുള്ള കാര്യങ്ങളല്ല. പ്രധാനമന്ത്രിയുടെ മായി ബന്ധപ്പെട്ട സൗഹാർദ്ദപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ നാടിനെ വികസനത്തെ സംബന്ധിച്ച് പുരോഗതിയെ സംബന്ധിച്ച് എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് നിവേദനം കൊടുത്തിട്ടുണ്ടോ വൈദികർ? അല്ല, അതൊക്കെ തെരഞ്ഞെടുപ്പിനെ ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തി. കൊച്ചിയിലെ താജ് ഹോട്ടലിൽ ആയിരുന്നു കൂടിക്കാഴ്ച നടന്നത്. കർദിനാൾമാരായ ജോർജ് ആലഞ്ചേരി, ക്ലീമീസ് ബാവ എന്നിവർ ഉൾപ്പെടെയുള്ളവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ക്ഷണിക്കപ്പെട്ട 8 സഭാധ്യക്ഷന്മാരും കൂടിക്കാഴ്ചയുടെ ഭാഗമായി. അല്പസമയം മുമ്പായിരുന്നു കൂടിക്കാഴ്ച. അതിനുശേഷം ആണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇനിയും ഇത്തരത്തിലുള്ള ചർച്ചകൾ തുടരും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഡാനി പോളുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, ഈ മാധ്യമങ്ങൾക്ക് അടക്കം പ്രവേശനമുണ്ടായിരുന്നോ ഈ കൂടിക്കാഴ്ച നടക്കുന്ന ഭാഗത്തേക്ക്? എന്താണ് എന്താണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്? അഭിലാഷ്, തികച്ചും സൗഹാർദ്ദപരമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു നടന്നിരുന്നത്. മറ്റ് വിഷയങ്ങൾ, അതായത് നമ്മൾ നേരത്തെ തന്നെയും പല കോണുകളിൽ നിന്ന് കേട്ട രാഷ്ട്രീയപരമായ കാര്യങ്ങൾ, അത്തരം കൂട്ടിച്ചേർക്കൽ, ഇതൊന്നും തന്നെ ചർച്ചയായിട്ടില്ല. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളല്ല ഇതിൽ ഒരു ചർച്ചയ്ക്കായി വന്നതെന്നതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. തീർച്ചും സൗഹാർദ്ദപരമായ ഒരു സന്ദർശനവും ചർച്ചകളും മാത്രമായിരുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവ മേലധ്യക്ഷന്മാരോടടക്കം അദ്ദേഹത്തിന്റെ ഒരു സൗഹൃദം പ്രകടിപ്പിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. തിരിച്ചും അവരും അതേ രീതിയിൽ തന്നെയാണ് ഈ കൂടിക്കാഴ്ചയെ കാണുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് കൂടിക്കാഴ്ച 20 മിനിറ്റോളം നീണ്ടുനിന്നു. ഇത് അവസാനിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 8 മതമേലധ്യക്ഷന്മാരാണ്, 2 കർദിനാൾമാരടക്കം 8 പേരാണ് ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നത്. ഇവരൊരുമിച്ചാണ് ചർച്ചയിൽ പങ്കെടുത്തതെന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ച് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഒരു നിവേദനം സമർപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അത്തരം കാര്യങ്ങൾ, അവരുടെ അവകാശ സംരക്ഷണം, ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ളൊരു നിവേദനമടക്കം സമർപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിനെക്കുറിച്ചുള്ളൊരു പ്രതികരണം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അത് പ്രധാനമന്ത്രിയുമായി അവർ നടത്തിയ ഒരു ചർച്ചയുടെ ഒരു ഭാഗമായിരുന്നു. അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അവർക്ക് അറിയാവൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനെക്കുറിച്ച് പ്രതികരിക്കാനും അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഏതായാലും ഇപ്പോൾ ചർച്ച പൂർത്തിയായിരിക്കുന്നു എന്നാണ് നമുക്ക് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. ഇതുവരെയും മതമേലധ്യക്ഷന്മാർ, കർദിനാൾമാർ അടക്കം ഇവിടേക്ക് പുറത്തേക്ക് അധികമാരും എത്തിയിട്ടില്ല. ഇപ്പോൾ യുവം വേദി വിട്ടതിന് ശേഷം ഇവിടേക്ക് എത്തി. അതിനുശേഷം അല്പം വിശ്രമത്തിനു ശേഷമാണ് ചർച്ചയിലേക്ക് അടക്കം കാര്യങ്ങൾ പോയത്. ഇപ്പോൾ ആ ചർച്ച അവസാനിച്ചിരിക്കുന്നു. അഭിലാഷ്, ഈ ഡാനി, സ്വാഭാവികമായിട്ടും നേരത്തെ പ്രധാനമന്ത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പും സഭാധ്യക്ഷന്മാരുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഡൽഹിയിലടക്കം അത്തരം കൂടിക്കാഴ്ചകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിലെ ഒരു സാഹചര്യം വ്യത്യസ്തമാണല്ലോ. പ്രത്യേകിച്ച് ഈസ്റ്റർ ദിനത്തിലെ ഭവന സന്ദർശനം, അത് പ്രധാനമന്ത്രിയുടെ തന്നെ നേരിട്ടുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. അതോടൊപ്പം വിഷുദിനത്തിൽ ഒരുക്കുന്ന സദ്യ, ഇങ്ങനെ മറ്റൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു കേരളത്തിൽ എന്ന് ബി.ജെ.പി. കേന്ദ്രങ്ങൾ വിലയിരുത്തുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് എന്തു വിഷയമാണ് ചർച്ച ചെയ്തത് എങ്കിൽ പോലും അത് പ്രധാനപ്പെട്ടതായി മാറില്ലേ?
തീർച്ചയായും അഭിലാഷ്, കാരണം ഇത് വിഷയം ചർച്ച ചെയ്യുന്നു എന്നതിനേക്കാൾ അപ്പുറം അതിനേക്കാളും വലിയൊരു മാനമുണ്ട്. കാരണം ക്രൈസ്തവരിലേക്ക്, ക്രൈസ്തവ സഭകളിലേക്ക്, അവരിലേക്കെല്ലാം തന്നെ BJP ഒരു പാലം പണിയുന്നു. അത് തികച്ചും അതിന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ ക്രൈസ്തവ സഭയിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ട് തന്നെ അത്തരം പ്രതികരണങ്ങൾ ലഭിക്കുന്നു എന്നൊരു നിരീക്ഷണമുണ്ട്. അത് ഏറിയ പങ്കും അത് സത്യം തന്നെയാണ്. കാരണം ബിഷപ്പുമാരടക്കം കർദിനാളിനടക്കം അനുകൂലമായ രീതിയിൽ തന്നെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. BJPയെ മാറ്റി നിർത്തേണ്ടതല്ല എന്നതടക്കമുള്ള ആ രീതിയിൽ വരെയുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. അതിന് കേന്ദ്ര സർക്കാരിനടക്കം അനുഭാവപൂർവമായ സമീപനങ്ങൾ വേണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അതിനോട് അനുഭാവപൂർവമായിട്ട് തന്നെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. പല മെത്രാസന മന്ദിരങ്ങളിലേക്കും വല്ലപ്പോഴും കടന്നു ചെല്ലുന്നവർ എന്നതിനേക്കാൾ അപ്പുറം പതിവുകാരെ പോലെയാകുന്നു BJP നേതാക്കന്മാരുടെ സന്ദർശനം എന്നത് നമ്മൾ കാണുന്നു. അങ്ങനെ ഒരു വിശാലമായ ഒരു അർത്ഥത്തിലേക്ക് BJP ക്രൈസ്തവ ആ ഒരു ബന്ധം മാറുന്നുണ്ട്. തീർച്ചയായും തന്നെയും അതിന്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നതും ഈ 8 സഭകളിലെ മേലധ്യക്ഷന്മാരോട് അവരുടെ സംഭാഷണത്തിന്, അത് എന്ത് തന്നെ ലഘു സംഭാഷണം തന്നെയാണെങ്കിൽ കൂടിയും അത് വളരെ ഒരു തുറന്ന മനസ്സോടുകൂടി അവർ സ്വീകരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിക്കുന്നു, ഇവിടേക്ക് എത്തുന്നു. അദ്ദേഹവുമായി അവർ കുറച്ച് സമയത്തേക്കെങ്കിലും ചർച്ചകൾ നടത്തി മടങ്ങുകയും ചെയ്യുന്നു. തീർച്ചയായും അവരുമായി കാര്യങ്ങൾ സംസാരിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് നേരത്തെയും തന്നെ പറഞ്ഞിരുന്നത് പോലെ ഈ കർഷകരുടെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കുടിയേറ്റ കർഷകരുടെ പ്രശ്നങ്ങൾ ഈ ക്രൈസ്തവ സഭയിലെ പല മേഖലകളിൽ തന്നെ കുടിയേറ്റ കർഷകർ കൂടുതലായുള്ള സഭകളെ പ്രതിദാനം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരുടെ വിഷയങ്ങൾ പലപ്പോഴായിട്ട് തന്നെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. കാര്യമായ രീതിയിൽ അത് അവതരിപ്പിക്കപ്പെടാൻ സാധിക്കുന്നില്ല എന്നത് അങ്ങനെയുള്ളൊരു വിഷമം സഭകൾക്ക് ഇടയിലുണ്ട്. അപ്പോൾ അത് നേരിട്ട് അവതരിപ്പിക്കാനും നേരിട്ട് പറയാനും എല്ലാം കിട്ടുന്ന ഒരു അവസരം കൂടിയാണ്. ആ അവസരങ്ങൾ ഏത് രീതിയിലേക്ക് അത് മുന്നോട്ട് പോകുന്നു എന്നതാണ് ഇനി അറിയേണ്ടത്. അത് വരുന്ന നാളുകളിൽ അതിൽ കൂടുതൽ ഇക്കാര്യത്തിൽ കൂടുതൽ അടക്കമുള്ളൊരു പ്രതികരണങ്ങളെല്ലാം തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തീർച്ചയായും ഈ ദിവസം അടയാളപ്പെടുത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ കൊച്ചി സന്ദർശനം, വലിയൊരു റോഡ് ഷോ, വലിയ യുവം എന്ന് പറയുന്ന വലിയൊരു പരിപാടി. അതിന് ഒപ്പം തന്നെ നിൽക്കുന്നതാണ് ഹ്രസ്വമെങ്കിലും ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായുള്ള ഒരു സന്ദർശനം. അത് തീർച്ചയായും തന്നെ വരും നാളുകളിൽ കൂടുതൽ ചർച്ചകളിലേക്ക് വഴിതെളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഭിലാഷ്, അതാണ് നിലവിലെ സാഹചര്യത്തിൽ ക്രൈസ്തവ വിഭാഗവുമായി, പ്രത്യേകിച്ച് മതമേലധ്യക്ഷന്മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. രാഷ്ട്രീയമല്ല ചർച്ച ചെയ്തത് എന്ന തരത്തിൽ പ്രതികരണങ്ങൾ വരുമ്പോൾ പോലും എന്തായാലും BJP സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രിയും കേരളത്തിലെ പ്രമുഖ ക്രൈസ്തവ സഭാ തലവന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ച വളരെ സൗഹാർദ്ദപരമായിരുന്നു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും രാജ്യം വികസനത്തിന്റെ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നതിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിനെ സംബന്ധിച്ച് എല്ലാവരും വളരെ വലിയ മതിപ്പാണ് പ്രകടിപ്പിച്ചത്. മറ്റ് ആശയവിനിമയങ്ങളെല്ലാം തികച്ചും നാടിനെ സംബന്ധിച്ചും കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ചും ഭാവിയിൽ പ്രയോജനകരമാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു. തുടർന്നും പ്രധാനമന്ത്രി എല്ലാവരുമായിട്ടും വീണ്ടും ആശയവിനിമയം നടത്തുന്നതിനെക്കുറിച്ച് ആണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. ഈ റബ്ബർ വില ഉയർത്തുന്നത് ചർച്ചയായ അല്ല, അത്തരത്തിലുള്ള കാര്യങ്ങളല്ല. പ്രധാനമന്ത്രിയുടെ മായി ബന്ധപ്പെട്ട സൗഹാർദ്ദപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ നാടിനെ വികസനത്തെ സംബന്ധിച്ച്, പുരോഗതിയെ സംബന്ധിച്ച് എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചത്. നിവേദനം കൊടുത്തിട്ടുണ്ടോ വൈദികർ? ഇന്ത്യ അമൃതകാലത്തിലൂടെ മുന്നേറുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തേവര സേക്രഡ് ഹാർട്ട് കോളേജ് മൈതാനിയിൽ തിങ്ങി നിറഞ്ഞ സദസ്സിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവാക്കൾക്ക് മാറ്റങ്ങൾ വരുത്താൻ ശേഷിയുണ്ട് എന്നും BJPക്കും യുവാക്കൾക്കും ഒരേ കാഴ്ചപ്പാടാണ് എന്നും യുവം 2023 പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. സദസ്സിനെ മലയാളത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. Honorable Prime Minister Narendra Modi ji, प्रिय मलयाली युवा सुहृतुक्कले नमस्कारम. वाइब्रेंट यूथ फॉर मॉडिफाइंग केरला के इस वाइब्रेंट आयोजन में मेरे सभी युवा दोस्तों का
बहुत बहुत अभिनंदन। യുവാക്കളിലാണ് രാജ്യത്തിന്റെ പ്രതീക്ഷ. ബിജെപിക്കും യുവാക്കൾക്കും ഒരേ കാഴ്ചപ്പാടാണ്. യുവാക്കൾക്ക് അവസരം നൽകിയത് ബിജെപിയാണ്. കേരള സർക്കാർ യുവാക്കളെ അവഗണിച്ചുവെന്നും അദ്ദേഹം വിമർശിച്ചു. आज हर कोई ये कह रहा है कि 21वीं सदी भारत की सदी है। भारत वो देश है जिसके पास युवा शक्ति का भरपूर भंडार है। पहले सोच थी कि इस देश में कुछ बदलेगा ही नहीं, लेकिन अब सोच ये है कि हमारा ये देश अब पूरी दुनिया को बदल सकता है। സിപിഎമ്മിനെയും കോൺഗ്രസിനെയും നരേന്ദ്രമോദി വിമർശിച്ചു. ഒരു കൂട്ടർ പാർട്ടി താൽപര്യങ്ങൾക്കും മറ്റൊരു കൂട്ടർ ഒരു കുടുംബത്തിനും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. लेकिन सच्चाई ये भी है कि बीते वर्षों में केरला के युवाओं को नए अवसर देने के वो प्रयास नहीं हुए जो होने चाहिए थे। दो तरह की आइडियोलॉजी के संघर्ष में केरल का बहुत नुकसान हो रहा है। यहां एक आइडियोलॉजी है जो अपनी पार्टी को केरला के हित से भी ऊपर समझती है, वहीं दूसरी एक और आइडियोलॉजी एक परिवार को हर चीज से ऊपर रखती है। ये दोनों मिलकर हिंसा को बढ़ावा देते हैं, भ्रष्टाचार को बढ़ावा देते हैं। केरला के युवाओं को इन दोनों ही आइडियोलॉजी को परास्त करने के लिए मेहनत करनी है। ബിജെപി ഭരണം കേരളത്തിലും വരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വർണ്ണക്കടത്തും പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പരാമർശിച്ചു. देश का एक्सपोर्ट बढ़ाने के लिए हमारे केरल से ट्रेडिशनल दवाइयां मेडिसिन दुनिया में जाए, उसके लिए दिन रात मेहनत कर रहे हैं। तो वहीं यहां केरला में दूसरा ही खेल कुछ लोग चला रहे हैं। यहां पर दिन रात कुछ लोग गोल्ड की स्मगलिंग के लिए मेहनत करते रहते हैं। केरला के नौजवानों से कोई सच्चाई छिपी नहीं है। वो जानते हैं कि सत्ता में बैठे कुछ लोग कैसे यहां के युवाओं के भविष्य के साथ खिलवाड़ कर रहे हैं। വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഗോവയിലും ബിജെപിയെ വലിയ സമുദായങ്ങൾ പിന്തുണച്ചുവെന്ന് നരേന്ദ്രമോദി. മതത്തിന്റെയും സമുദായത്തിന്റെയും അതിർത്തി ഭേദിച്ചുള്ള മാറ്റം കേരളത്തിലുണ്ടാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി സുവി വിശ്വനാഥ് ആണ് ചേരുന്നത്. സുവി, യുവം 2023 കൃത്യമായ രാഷ്ട്രീയം പറയുന്നു, കോൺഗ്രസിനെ ആക്രമിക്കുന്നു, സിപിഐഎം നേതൃത്വം നൽകുന്ന കേരളത്തിലെ സർക്കാരിനെ വിമർശിക്കുന്നു. അത്തരത്തിലൊരു പ്രസംഗം തന്നെയായിരുന്നു പ്രധാനമന്ത്രി നടത്തിയത്. എന്തൊക്കെയാണ് പ്രധാനമന്ത്രി പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചത്? അഭിലാഷ്, ബിജെപിയുടെ പരിപാടിയാണ് എന്ന് ഒരു തരത്തിലും തോന്നാത്ത തരത്തിലുള്ള സംഘാടനമായിരുന്നു യുവം 2023 സംഘാടകർ സംഘടിപ്പിച്ചത്. എന്നാൽ കൃത്യമായ രാഷ്ട്രീയമാണ് മോദി പ്രസംഗവേളയിൽ പങ്കുവച്ചത്. പരിപാടി നടന്ന SS ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ പാർട്ടി കൊടികളോ ചിഹ്നങ്ങളോ ഒന്നും തന്നെ പ്രദർശിപ്പിച്ചിരുന്നില്ല. യുവാക്കളെ മലയാളത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി തുടങ്ങിയത്. നാട് അമൃത വർഷത്തിലൂടെ കടന്നു പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബിജെപി സർക്കാർ നടപ്പാക്കിയ കേരളത്തിലേക്കും മറ്റൊന്നാകെയും നടപ്പാക്കിയ നേട്ടങ്ങൾ മോദി ആദ്യഘട്ടത്തിൽ എടുത്തു പറഞ്ഞു. അതിനുശേഷമാണ് പിന്നീട് സിപിഎമ്മിനെയും അതുപോലെ കോൺഗ്രസിനെയും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. കോൺഗ്രസിനെയും മുൻ സർക്കാരുകളുടെ സംഭാവനകൾ കുംഭകോണമായിരുന്നു എന്നാണ് മോദി പറഞ്ഞത്. കേരളത്തെ അഴിമതിയുടെ കൂത്തരങ്ങാക്കി ഇരു മുന്നണികളും മാറ്റി. ചിലർക്ക് സ്വർണ്ണക്കടത്താണെങ്കിൽ ചിലർക്ക് പാർട്ടി കുടുംബമാണ് പാർട്ടി എന്നായിരുന്നു മോദിയുടെ വിമർശനം. കേന്ദ്ര സർക്കാർ യുവാക്കളുടെ എല്ലാവിധ താല്പര്യങ്ങളും പരിഗണിക്കുന്ന സർക്കാരാണ്. ഒപ്പം അവസാനമായി ആണ് മോദി കൃത്യമായ രാഷ്ട്രീയം തുറന്നടിച്ചത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലാണെങ്കിലും ഗോവയിലാണെങ്കിലും ബിജെപിയെ പിന്തുണച്ച വലിയ സമുദായങ്ങളുണ്ട്. കേരളത്തിലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മതത്തിന്റെയും സമുദായത്തിന്റെയും അതിർത്തി ഭേദിച്ചുള്ള മാറ്റം കേരളത്തിൽ ഉണ്ടാകും എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ കേരളത്തിലെ യുവാക്കളുടെ താല്പര്യത്തിനനുസരിച്ച് ആണ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ്
സേനയിലെ പരീക്ഷ പ്രാദേശിക ഭാഷയിൽ എഴുതാമെന്ന തീരുമാനമെടുത്തത്. സംസ്ഥാന സർക്കാർ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ല എന്ന ഒരു കുറ്റപ്പെടുത്തലും BJP പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. കേരളത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമെന്നോണം ആദ്യപടിയായാണ് വന്ദേ ഭാരത് തീവണ്ടി അനുവദിച്ചത്. കണ്ണൂർ എയർപോർട്ട്, അതുപോലെ തിരുവനന്തപുരം എയർപോർട്ടിന്റെ വികസനം, കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമെന്നും മോദി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം സുഡാനിലെ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ ഒരു കർമ്മ പദ്ധതി ഓപ്പറേഷൻ കാവേരി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ചുമതല വി മുരളീധരനെ ഏൽപ്പിച്ചതായും കേരളത്തിന്റെ മന്ത്രിയായ വി മുരളീധരനെ ഏൽപ്പിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. കൃത്യമായ രാഷ്ട്രീയം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായ രാഷ്ട്രീയമാണ് യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ചിരിക്കുന്നത്. വിശദാംശങ്ങളാണ് സുബി വിശ്വനാഥ് നൽകിയത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം രാജ്യത്ത് അത്ഭുതകരമായ കുതിപ്പുണ്ടായതായി അനിൽ ആന്റണി. GDP നിരക്ക് കൂടിയെന്നും സ്റ്റാർട്ടപ്പുകൾ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചുവെന്നും അനിൽ ആന്റണി പറഞ്ഞു. കേരളവും മാറേണ്ടിയിരിക്കുന്നു, ഇന്ത്യയോടൊപ്പം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അതിന്റെ സമയമായി, മാറ്റത്തിന്റെ സമയമായി. അതിനുവേണ്ടി ഇന്ന് മോദിജി ഇവിടെ വന്നിരിക്കുന്നു. ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹത്തിന് ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി. ഓരോ വ്യക്തിക്കും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും മുന്നേറാൻ അവസരങ്ങൾ കൊടുത്ത് ഇന്ത്യയെ അടുത്ത 125 വർഷത്തിൽ ഒരു വികസിത രാജ്യമാക്കി, ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കി ലോകരാജ്യങ്ങളിൽ ഒരു വിശ്വഗുരുവാക്കി മാറ്റാൻ അദ്ദേഹത്തിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരം അതീവ സുരക്ഷയിൽ. 1500ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുള്ളത്. നാളെ രാവിലെ 10:30 പ്രധാനമന്ത്രി വന്ദേ ഭാരത് ഫ്ളാഗ് ഓഫ് ചെയ്യും. പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നോടിയായാണ് പോലീസിന്റെ ട്രയൽ റൺ. വാഹനവ്യൂഹത്തിന്റെ സഞ്ചാരപഥം നിശ്ചയിക്കാനും സുരക്ഷാ വീഴ്ച ഉണ്ടാകാതിരിക്കാനുമാണ് പോലീസിന്റെ നടപടി. പ്രധാനമന്ത്രിക്ക് സുരക്ഷയൊരുക്കുന്ന SPG കമാൻഡോ സംഘം, കൂടാതെ പ്രധാനമന്ത്രിയുടെ സഞ്ചാരപാതയിൽ ഉൾപ്പെടെ കേരള പോലീസിലെ 1500 സുരക്ഷാ ഉദ്യോഗസ്ഥർ. നാളെ രാവിലെ തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി പഴുതടച്ച സുരക്ഷയാണ് നഗരത്തിൽ ഒരുക്കുന്നത്. പ്രധാനമന്ത്രി കടന്നുപോകുന്ന പോയിന്റുകളിൽ അരമണിക്കൂർ ഗതാഗത നിയന്ത്രണമുണ്ടാകും. ഈ സമയം വാഹനങ്ങൾ വഴിതിരിച്ചുവിടും. KSRTC സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷന്റെ ക്വൈറ്റ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഫോർനൂണിലെ കുറച്ചു നേരം അതിന്റെ ആക്ടിവിറ്റീസിന്റെ കുറച്ചൊരു സ്ലോ ഡൗൺ ആവും. അത് കഴിഞ്ഞിട്ട് നോർമലൈസ് ആവും. ട്രാഫിക് മെയിൻ റൂട്ട്സ് മാത്രം പാർക്കിംഗ് ഒഴിവാക്കണമെന്നാണ് നമ്മൾ ഇന്നലെ തന്നെ റിലീസ് കൊടുത്തിട്ടുണ്ട്. ആ ഏരിയയിലെ പാർക്കിംഗ് നമ്മൾ ചെയ്യാൻ അനുവദിക്കില്ല. ബാക്കി ഏരിയാസിലൊക്കെ നോർമൽ മൂവ്മെന്റ്, നോർമൽ പാർക്കിംഗ് ആണ്. തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെയും റെയിൽവേ സ്റ്റേഷനിലെയും പാർക്കിംഗുകൾ പൂർണ്ണമായി ഒഴിപ്പിച്ചു. ബസ് സ്റ്റേഷനിലേക്കുള്ള ബസ്സുകളുടെ പ്രവേശനവും പുറപ്പെടലും നാളെ രാവിലെ മുതൽ പൂർണ്ണമായി നിയന്ത്രിക്കും. 8 മണി മുതൽ 11 വരെ ഡിപ്പോ പ്രവർത്തിക്കില്ല. തമ്പാനൂരിൽ നിന്നുള്ള ബസ്സുകളെല്ലാം വികാസ് ഭവൻ ഡിപ്പോയിൽ നിന്നാകും ഓപ്പറേറ്റ് ചെയ്യുക. പ്രധാനമന്ത്രിയുടെ സഞ്ചാരപാതയിലെ പാർക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കും. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഗതാഗത നിയന്ത്രണമുണ്ടാകും. പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഒരുക്കുന്ന SPG വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ തലസ്ഥാനത്തെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം സഞ്ചരിക്കുന്നതിന്റെ ട്രയൽ റണ്ണും ഇന്ന് നടത്തി. സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 10:30 വന്ദേ ഭാരത് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. 11 സെൻട്രൽ സ്റ്റേഡിയത്തിൽ കൊച്ചി വാട്ടർ മെട്രോ അടക്കം 3200 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ പ്ലാൻ ചോർന്ന പശ്ചാത്തലത്തിൽ കേരള പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും നിരീക്ഷിക്കുന്നുണ്ട്. കരുതൽ തടങ്കലിലേക്ക് പോകേണ്ട സാഹചര്യമില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നുണ്ടെങ്കിലും പ്രതിഷേധത്തിന്റെ സൂചനയുണ്ടായാൽ പോലീസ് കടുത്ത നടപടികളിലേക്ക് കടക്കും. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പട്ടിക നേരത്തെ പുറത്തു വന്നത് പോലീസിന് ക്ഷീണമായിരുന്നു. അതുകൊണ്ട് തന്നെ തെല്ലിട തെറ്റാത്ത സുരക്ഷാ മുൻകരുതലുകളാണ് സേന സ്വീകരിക്കുന്നത്. HV നന്ദകുമാറിനൊപ്പം BV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേള.
എല്ലാ മതവിശ്വാസികൾക്കും സംരക്ഷണമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ഉറപ്പു നൽകിയത്. ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കും. സഭയുടെ ആശങ്കകൾ തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും നരേന്ദ്രമോദി പറഞ്ഞു. ടോം കുര്യാക്കോസാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ടോം, മിനിറ്റുകൾ നീണ്ട ചർച്ചയായിരുന്നു. തീർച്ചയായും പ്രധാനമന്ത്രിയുടെ ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ BJP ശ്രമിക്കുന്നു. അതേസമയമാകട്ടെ ഡൽഹിയിൽ ഫരീദാബാദ് ആർച്ച് ബിഷപ്പ് രാഷ്ട്രപതിയെ കണ്ട് രാജ്യത്ത് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നേരെ വലിയ ആക്രമണം നടക്കുന്നു എന്ന തരത്തിൽ ഉള്ള നിവേദനം നൽകുകയും ചെയ്തൊരു പശ്ചാത്തലം കൂടിയൊക്കെയുണ്ട്. അപ്പോൾ ഈ വിഷയത്തെ എങ്ങനെയാണ് സഭാധ്യക്ഷന്മാർ പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചത്? അതിന് എന്താണ് പ്രധാനമന്ത്രി നൽകിയ ഉറപ്പ്? ഇത് കൃത്യമായും പ്രധാനമന്ത്രി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മെത്രാപ്പൊലീത്തമാരുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയത്. ഏകദേശം ഒരു അരമണിക്കൂറോളം അടുത്ത് 8 മെത്രാപ്പൊലീത്തമാരുമായി ചർച്ചകൾ നടത്തി. അവരുടെ ആശങ്കകൾ അവരറിയിച്ചു, അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. പ്രധാനമായും ഈ കാർഷിക വിഷയങ്ങൾ, അതോടൊപ്പം ഈ ക്രൈസ്തവ വിഭാഗങ്ങൾ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം നേരിടുന്ന വിഷയങ്ങളും അവർ ചൂണ്ടിക്കാണിച്ചു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് എല്ലാ മതവിഭാഗങ്ങൾക്കും സുരക്ഷ ഒരുക്കും, അതിനുവേണ്ടിയുള്ള ഇടപെടൽ തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കും. സഭയുടെ ആശങ്കകൾ തന്റെ ശ്രദ്ധയിലുണ്ടെന്നും നരേന്ദ്രമോദി മെത്രാപ്പൊലീത്തമാർക്ക് വാക്ക് നൽകി. സഭയുടെ ആശങ്കകളും ആവശ്യങ്ങളും പ്രധാനമന്ത്രി അറിയിച്ചതായി മെത്രാപ്പൊലീത്തമാരും പറഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രിയുമായുള്ള സംഭാഷണം വളരെ ഹൃദ്യമായിരുന്നുവെന്നാണ് മെത്രാപ്പൊലീത്തമാർ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞത്. മാത്രമല്ല, ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞത് വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു. രാജ്യത്തിന്റെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്തു. മെത്രാപ്പൊലീത്തമാർ നരേന്ദ്രമോദിക്ക് കീഴിലുള്ള ലീഡർഷിപ്പിൽ വലിയ തൃപ്തരാണ്. മാത്രമല്ല, മറ്റു വിഷയങ്ങൾ, അതായത് വികസന കാര്യങ്ങളോ അതോടൊപ്പം മറ്റു പല കാര്യങ്ങളും ചർച്ച ചെയ്തു എന്നാണ് K. സുരേന്ദ്രൻ അറിയിച്ചത്. പക്ഷേ വളരെ സൗഹാർദ്ദപരമായി, അതോടൊപ്പം തന്നെ വളരെ രഹസ്യ സ്വഭാവത്തിലുള്ള കൂടിക്കാഴ്ചയായിരുന്നു. അതിന്റെ മറ്റ് വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. പക്ഷേ നമുക്ക് ഇത് പുറത്തിറങ്ങിയ, അതായത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ മെത്രാപ്പൊലീത്തമാരുമായുള്ള സംഭാഷണത്തിൽ അവരോട് സംസാരിച്ചപ്പോഴാണ് ഇക്കാര്യം, അതായത് പ്രധാനമന്ത്രി തങ്ങളുടെ ആശങ്കകൾ കേട്ടു, തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന് അറിയിച്ചു എന്ന കാര്യം പറഞ്ഞത്. നേരത്തെ ഫരീദാബാദ് ആർച്ച് ബിഷപ്പിന്റെ കാര്യം താങ്കൾ ചൂണ്ടിക്കാണിച്ചു. അതായത് അത് ശരിക്കും പറഞ്ഞാൽ ഈ സീറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള ഫരീദാബാദ് രൂപത, അത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ, അത് സീറോ മലബാർ സഭയിലെ ചില തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിക്ക് എതിരായി നിൽക്കുന്ന ഒരു പക്ഷത്തിന്റെ ഒരു പ്രതിനിധി കൂടിയാണ് അദ്ദേഹം, അതായത് ഫരീദാബാദ് ബിഷപ്പ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി അത്തരം നേരത്തെ ഈസ്റ്റർ ദിനത്തിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതിൽ സഭയിലെ ഒരു വിഭാഗം, അതായത് കർദിനാളിനെ എതിർക്കുന്ന ചെറിയൊരു വിഭാഗം അതിൽ അതൃപ്തരായിരുന്നു, കർദിനാളിന്റെ നടപടിക്കെതിരെ അതൃപ്തരായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരം ഒരു നീക്കം ഉണ്ടായതും എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും കേരളത്തിലെ ക്രൈസ്തവ മത ന്യൂനപക്ഷങ്ങളിൽ വലിയ വിഭാഗവും BJPയുടെ അയിത്തം പുലർത്തേണ്ടതില്ല എന്നൊരു നിലപാടാണ് മുന്നോട്ട് വെക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സഭാ മേലധ്യക്ഷന്മാരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം അവർ പല വിഷയങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ വിഷയം അത് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മതപരിവർത്തനം നിർത്തിവെക്കുകയാണെങ്കിൽ തങ്ങൾ ഒരു വിധത്തിലുള്ള ഒരു ആക്രമണങ്ങളും ഈ സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്ന് RSSും BJP നേതൃത്വവും നേരത്തെ സഭാ നേതൃത്വങ്ങളെ അറിയിച്ചതാണ്. ആ രീതിയിൽ, അതായത് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ നിന്നും പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഒഴിവാക്കിയത്. പ്രൊട്ടസ്റ്റന്റ് സഭകൾ മതപരിവർത്തനം നടത്തുന്നുവെന്നാണ് RSSന്റെ ആരോപണം, BJPയുടെ ആരോപണം. അതുകൊണ്ട് തന്നെ അവരെ കൂടിക്കാഴ്ചയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. മറ്റ് സഭകൾ, അതായത് മറ്റ് എപ്പിസ്കോപ്പൽ സഭകൾ ഈ BJP നേരത്തെ മുന്നോട്ട് വെച്ച ഇതേ ആവശ്യം, അതായത് മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടാകില്ല, അതായത് മതപരിവർത്തനം ഉണ്ടാകില്ല എന്ന ഉറപ്പ് ഈ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും നേരത്തെ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുമായി ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറായത്. BJP നേതൃത്വം, അതായത് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായത് എന്നാണ് മനസ്സിലാക്കുക. പക്ഷെ അതോടൊപ്പം തന്നെ BJPയുടെ കൃത്യമായ രാഷ്ട്രീയ അജണ്ട കൂടിയുണ്ട്. 2024 പൊതു തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വലിയൊരു നേട്ടം അവർ സ്വപ്നം കാണുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട് BJP. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം
ക്രൈസ്തവ ക്രൈസ്തവ വോട്ട് ബാങ്കാണ്. 18% വരുന്ന കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ കഴിഞ്ഞാൽ, ഹൈന്ദവ വോട്ടുകൾക്കൊപ്പം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൂടി സമാഹരിക്കാൻ കഴിഞ്ഞാൽ ചില മണ്ഡലങ്ങളിൽ, അത് പ്രധാനമായും തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്, BJP സ്വപ്നം കാണുന്നത്. അതിന് മുന്നോടിയായിട്ടായിരുന്നു ഈസ്റ്റർ ദിനത്തിലെ കൂടിക്കാഴ്ചകൾ. ഈസ്റ്റർ ദിനത്തില് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ദേവാലയം സന്ദർശിക്കുന്നു. കേരളത്തിലെ അരമനകളിലും അതോടൊപ്പം ക്രൈസ്തവ ഭവനങ്ങളിലും BJP നേതാക്കന്മാരും പ്രവർത്തകരും സന്ദർശനം നടത്തുന്നു. ആ രീതിയിൽ, അതായത് ക്രൈസ്തവർക്ക് തങ്ങളുടെ കീഴിൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല, ഇവിടെ ഒരു അരക്ഷിതാവസ്ഥയില്ല, തങ്ങൾ സംരക്ഷണം നൽകും എന്ന രീതിയിലുള്ള ഒരു ആശയമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഒരു വശത്ത് കേരളത്തിലെ ഏതാനും ചില ക്രൈസ്തവ വിഭാഗങ്ങൾ ഇതേ ആശയം, അതായത് നേരത്തെ CPM-ഉം കോൺഗ്രസും ഈ പ്രധാനമന്ത്രിയുടെ ദേവാലയ സന്ദർശനത്തിൽ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. മറ്റു പല സംസ്ഥാനങ്ങളിൽ, അതായത് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതേ രീതിയിൽ ആക്രമണം ഉണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ട് BJP-യെ പിന്തുണയ്ക്കുന്നു, BJP-ക്ക് അനുകൂലമായും പ്രധാനമന്ത്രിക്ക് അനുകൂലമായും പ്രസ്താവനകൾ നടത്തുന്നു എന്ന ഒരു ആക്ഷേപമായിരുന്നു ഈ സഭകൾക്കെതിരെ ഉന്നയിച്ചത്. എന്നാൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ ഈ ബിഷപ്പുമാരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസ്താവനയിലും ക്രൈസ്തവ വിഭാഗത്തിലെ ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ളവർ, മറ്റ് ആത്മായ സംഘടനകൾ വലിയ അതൃപ്തരായിരുന്നു. അതായത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ, ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുന്നതിൽ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത എന്ന ചോദ്യമായിരുന്നു CPM-നോടും കോൺഗ്രസിനോടും ചില അൽമായ സംഘടനകൾ മുന്നോട്ട് വെച്ചത്. നേരത്തെ സിറോ മലബാർ സഭയുടെ അൽമായ സംഘടനകൾ തന്നെ ഇതേ വിമർശനം CPM-നും കോൺഗ്രസിനുമെതിരെ ഉന്നയിച്ചിരുന്നു. അതായത് പ്രധാനമന്ത്രി തന്നെ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുമ്പോൾ ആ രീതിയിലൊരു ആശങ്ക, അതായത് തങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ വേണ്ടിയല്ലേ പ്രധാനമന്ത്രി ചർച്ചയ്ക്ക് സ്വയം സന്നദ്ധനായി മുന്നോട്ട് വരുന്നത്. ഈ കോൺഗ്രസ് ആകട്ടെ CPM ആകട്ടെ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്, പ്രധാനമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചാൽ സ്വാഭാവികമായും അതിൽ പങ്കെടുക്കുക എന്നതൊരു മര്യാദയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ സഭാധ്യക്ഷന്മാർ പങ്കെടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിന് രാഷ്ട്രീയമായി അവരോടൊപ്പം നിൽക്കും സഭ എന്നൊന്നും ഇപ്പോൾ അനുമാനിക്കേണ്ടതില്ല എന്നാണ്. ഒപ്പം ഈ മാധ്യമപ്രവർത്തകർ K. സുരേന്ദ്രനോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഈ റബ്ബറിന്റെ വിലയുമായി ബന്ധപ്പെട്ട വിഷയം കൂടിക്കാഴ്ചയിൽ ഉയർന്നു വന്നോ എന്ന്. ഈ തുടക്കം അവിടെ നിന്നാണല്ലോ. പാംബ്ലാനിയുടെ പ്രസംഗം, ആ പ്രസംഗം പുറത്തു വന്നതിന് ശേഷമാണ് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ BJP നേതാക്കൾ ഈ അധ്യക്ഷ പാംബ്ലാനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നത്. റബ്ബറിൻ്റെ വില 300 ആക്കിയാൽ MBA BJPക്ക് നൽകാം എന്നതടക്കമുള്ള പ്രസ്താവനകൾ. അപ്പോൾ അത്തരം വിഷയങ്ങൾ ഈ അധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യപ്പെട്ടോ? അതിൻ്റെ എന്തെങ്കിലും സൂചനകളുണ്ടോ ടോം? ഈ റബ്ബർ വിഷയം, അത് നേരത്തെ മുതൽ തന്നെ റബ്ബറിന്റെ വിലയുമായി ബന്ധപ്പെട്ട ആശങ്ക, അതായത് പ്രധാനമായും മധ്യകേരളത്തിലെ മലയോര മേഖലകളിലെ ക്രൈസ്തവ വിഭാഗങ്ങൾ അവർ പ്രധാനമായും ആശ്രയിക്കുന്നത് റബ്ബർ കൃഷിയെയാണ്. അതുകൊണ്ട് തന്നെ റബ്ബറിന്റെ വില വലിയ തോതിൽ 130 രൂപയിലേക്ക് കൂപ്പുകുത്തുന്നു. ആ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് തലശ്ശേരി രൂപതാധ്യക്ഷൻ, സീറോ മലബാർ സഭയുടെ തലശ്ശേരി രൂപതാധ്യക്ഷനും സീറോ മലബാർ സഭ സിനഡ് സെക്രട്ടറിയുമായിട്ടുള്ള മാർ ജോസഫ് പാംബ്ലാനി അതേ രീതിയിലുള്ള ഒരു പ്രസ്താവന, അതായത് റബ്ബറിന്റെ വില 300 രൂപയിലെത്തിയാൽ BJPക്ക് ഞങ്ങളൊരു MBA നൽകാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. അത് വലിയ കോളിളക്കം സൃഷ്ടിച്ചു, വലിയ വിവാദമാക്കി. BJPക്ക് അനുകൂലമായ പ്രസ്താവന എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. പക്ഷേ അദ്ദേഹം അതിനുശേഷം പറഞ്ഞു ആ പ്രസ്താവനയ്ക്ക് യാതൊരു മാറ്റവുമില്ല, തന്റെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല. 300 രൂപയാക്കിയാൽ, അതായത് ഞങ്ങളെ സഹായിച്ചാൽ ഞങ്ങൾ തിരിച്ച് സഹായിക്കാം എന്ന ഒരു ആശയം, ഒരു നിലപാടായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല അതിനുശേഷം മറ്റ് ചില മെത്രാപ്പൊലിത്തമാർ, അതായത് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി സമാനമായ ഒരു പ്രസ്താവന നടത്തി. അതായത് ഞങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഞങ്ങൾ ഒരു അരക്ഷിതാവസ്ഥ ഞങ്ങൾക്കില്ല, ക്രൈസ്തവ സമൂഹത്തിനില്ല എന്ന രീതിയിൽ പ്രസ്താവന വന്നു. അതും വലിയ വിമർശനത്തിന് വിധേയമായി. പക്ഷേ അത് ക്രൈസ്തവ സഭകളുടെ ഒരു പൊതുവായ ഒരു കാഴ്ചപ്പാടായി തന്നെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. അത് മതമേലധ്യക്ഷന്മാരുടെ മാത്രമല്ല, പൊതുവെ ക്രൈസ്തവ മതവിശ്വാസികളുടെ ഇടയിൽ പോലും ആ രീതിയിലുള്ളൊരു ചിന്തയുണ്ട്. അതായത് മറ്റ് രണ്ട് മുന്നണികളും, ഇടതുപക്ഷവും UDF-ഉം ക്രൈസ്തവ സമൂഹത്തെ അവഗണിക്കുന്നു, ഇതര സമൂഹങ്ങൾക്ക് വലിയ പരിഗണന കൊടുക്കുന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും മറ്റ് അധികാര പദവികളിലും സീറ്റ് വീതം വെപ്പിലുമെല്ലാം വലിയ രീതിയിൽ അവഗണിക്കപ്പെടുന്നു എന്ന ഒരു ബോധം, ഒരു പൊതുബോധം ഈ ഒരു ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിലുണ്ട്. അത് തന്നെയാണ് പൊതുവെ ഇപ്പോൾ ചർച്ചയായതും മതമേലധ്യക്ഷന്മാർ
മന്ത്രിമാർ ഇതേ ആവശ്യം, ഇതേ കാഴ്ചപ്പാടോടുകൂടി BJPക്ക് അനുകൂലമായ പ്രസ്താവന നടത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇതും വിശ്വാസികളുടെ കൂടി ഒരു ആവശ്യം, വിശ്വാസികളുടെ കൂടി ഒരു പൊതു നിലപാടുകൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ബിഷപ്പുമാർ ഇതേ പ്രസ്താവന നടത്തിയതെന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതേസമയം തന്നെ യാക്കോബായ സഭ പറഞ്ഞത് ഞങ്ങളെ സഹായിക്കുന്നവരെ ഞങ്ങൾ സഹായിക്കും. ഒരു സമദൂര നയം, അത് മറ്റ് ചില ബിഷപ്പുമാരും അതേ സമാനമായ കാഴ്ചപ്പാടായത്, അതേ സമദൂര നയം. കാരണം BJP എന്തായാലും അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ അവരുടെ എന്തായാലും കേന്ദ്ര സർക്കാർ BJP ഭരിക്കുമ്പോൾ അവരുടെ ഒരു പിന്തുണയില്ലാതെ മതന്യൂനപക്ഷങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കേരളത്തിൽ മറ്റ് ഇതര സമുദായങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം ഉൾപ്പെടെ ചില ക്രൈസ്തവ സഭകൾക്ക് വലിയ ഭീഷണി ഉയർത്തുന്നു എന്ന ആശങ്ക ഈ ക്രൈസ്തവ സമൂഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് കൃത്യമായും കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അത് വേണ്ട രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു കാലത്ത് വേണമെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലം, അത് അതിനു മുൻപുള്ള അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി, അതായത് കുഞ്ഞുമാണി, കുഞ്ഞാലിക്കുട്ടി, ഈ ത്രയം കേരളത്തിൽ ഫലപ്രദമായ രീതിയിൽ ഈ ന്യൂനപക്ഷങ്ങളുടെ, മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സമാഹരിച്ച് അത് UDFന് അനുകൂലമാക്കിയിരുന്നു. പക്ഷേ അതിനുശേഷം വന്നപ്പോൾ, അതായത് KM മാണിയുടെ മരണശേഷം ഉമ്മൻചാണ്ടി കോൺഗ്രസിന്റെ അധികാര സ്ഥാനങ്ങളിൽ നിന്നും അല്പം താഴോട്ട് പോയപ്പോൾ ഈ ഒരു സമവാക്യത്തിൽ വലിയൊരു വിള്ളൽ വീണു. അതായത് ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ, ആ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുന്നതിൽ വലിയ വീഴ്ച UDFന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് ഫലപ്രദമായി ഉപയോഗിച്ചത്, അതിൽ നേട്ടം കൊയ്തത് LDF തന്നെയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ജോസ് കെ മാണിയെ ഉപയോഗപ്പെടുത്തി, അതായത് കേരള കോൺഗ്രസിൽ ഒരു പിളർപ്പുണ്ടാക്കി ജോസ് കെ മാണിയെ ഇടതു മുന്നണിയിൽ എത്തിച്ചുകൊണ്ട് വളരെ ഫലപ്രദമായ രീതിയിൽ പിണറായി വിജയൻ ആ സ്പ്ലിറ്റിനെ, അതായത് മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലെ ആ ഭിന്നതയെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിച്ചത് അത് ഇടതുപക്ഷം തന്നെയായിരുന്നു. പക്ഷേ അത് UDFനെ വലിയ രീതിയിൽ ക്ഷീണം ചെയ്തു. UDFന്റെ ഈ മുസ്ലിം വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളിലും വലിയ വിള്ളൽ സംഭവിച്ചു. അത് CPM കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയെങ്കിൽ ആ വോട്ടുകളിൽ തന്നെയാണ്, അതായത് ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ടാണ് കേരളത്തിൽ BJP ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ 50% വരുന്ന മതന്യൂനപക്ഷങ്ങളുണ്ട്, മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുണ്ട്. ഇതിൽ 18% വോട്ടും ഹൈന്ദവ സമുദായങ്ങളുടെ വോട്ടും സമാഹരിക്കാൻ കഴിഞ്ഞാൽ BJP കേരളത്തിൽ വരുന്ന ലോക്സഭാ മണ്ഡലത്തിൽ, അത് ഏതാനും ചില മണ്ഡലം, പ്രത്യേകിച്ചും തൃശൂർ വലിയ രീതിയിൽ അവർ പരിഗണന കൊടുക്കുന്നുണ്ട്. തൃശൂരിൽ സുരേഷ് ഗോപി ആകട്ടെ മറ്റാരായാലും ഈ രീതിയിൽ, അതായത് ഇരിങ്ങാലക്കുട രൂപത, തൃശൂർ രൂപത, ഈ രണ്ട് രൂപതകളും അവിടെ സാമാന്യം സ്വാധീനമുള്ള ഒരു സ്വാധീന ശക്തികളാണ്. BJPയുടെ അവരുടെ ഒരു പെർമനന്റ് വോട്ടുണ്ട്, ഒരു ഫിക്സഡ് വോട്ടുണ്ട്. ആ ഫിക്സഡ് വോട്ടും ഈ ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ടും സമാഹരിക്കാൻ കഴിഞ്ഞാൽ തൃശൂരിലൊരു അട്ടിമറി വിജയമാണ് BJP ലക്ഷ്യമിടുന്നത്. പക്ഷെ പത്തനംതിട്ടയിലെ സാഹചര്യം മറിച്ചാണ്. കാരണം നമുക്ക് കാണാൻ കഴിഞ്ഞു, ന്യൂസ് സൈറ്റ് തന്നെ പുറത്തുവിട്ട വാർത്തയാണ്, ഈ രണ്ട് വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് സഭ, CSI സഭ, മാർത്തോമ സഭ, ഈ മൂന്ന് സഭകളെയും പൂർണ്ണമായും ചർച്ചയിൽ നിന്ന് ഒഴിവാക്കിയത്. മാർത്തോമ സഭയെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു, അവർ അസൗകര്യം പ്രകടിപ്പിച്ചു. അതിനുശേഷം ഈ ചർച്ചയ്ക്ക് പങ്കെടുക്കാനില്ല എന്ന് അറിയിക്കുന്നു. CSI സഭയെ ചർച്ചയ്ക്ക് പോലും ക്ഷണിച്ചില്ല. മറ്റ് പ്രൊട്ടസ്റ്റന്റ്, അതായത് 3 ഡസനിലധികം 36 വരുന്ന മറ്റ് പ്രൊട്ടസ്റ്റന്റ് സഭകളുണ്ട്. ഈ സഭകളുടെ പ്രതിനിധികളെയും ചർച്ചയ്ക്കെടുത്തില്ല. പത്തനംതിട്ട ജില്ലയിൽ വലിയ സ്വാധീന ശക്തികളാണ് ഈ മാർത്തോമ സഭയും പ്രൊട്ടസ്റ്റന്റ് സഭകളും. ഏകദേശം കേരളത്തിൽ ഒരു കണക്കെടുത്ത് നോക്കിയാൽ 10 ലക്ഷത്തിലധികം വിശ്വാസികളുണ്ട് മാർത്തോമ, CSI, പ്രൊട്ടസ്റ്റന്റ് സഭകളിലായി. ആ വോട്ട് സമാഹരിക്കാനുള്ള നീക്കത്തിൽ BJPയുടെ ഭാഗത്തൊരു വീഴ്ചയുണ്ടായി. പക്ഷെ അതൊരു ബോധപൂർവമായിട്ടുള്ള ഒരു ഒഴിവാക്കൽ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ പ്രൊട്ടസ്റ്റന്റ് സഭകളുമായി യാതൊരു വിട്ടുവീഴ്ചയും വേണ്ട എന്നൊരു രീതിയിലേക്ക് BJP പോകുന്നു. അത് RSSന്റെയും BJPയുടെയും അജണ്ടയായി തന്നെ കാണണം. പക്ഷേ ഇവരുടെ വോട്ട് കൂടി സമാഹരിക്കാൻ കഴിഞ്ഞാൽ അത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് ചെറിയ രീതിയിൽ നേട്ടം കൈവരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അവിടെ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നത് പറയേണ്ടി വരും. പക്ഷേ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ലത്തീൻ വോട്ട് കൂടി, അതായത് BJPയുടെ ഫിക്സഡ് വോട്ട്, അതോടൊപ്പം ലത്തീൻ വോട്ട് കൂടി സമാഹരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ BJPക്ക് അവിടെ വിജയിക്കാൻ കഴിയൂ എന്നതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷേ ഈ ലത്തീൻ സഭയുടെ വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. പക്ഷെ ഇപ്പോഴും ലത്തീൻ സഭ BJPക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. BJPയോട് കൃത്യമായ അകലം പാലിക്കുന്നു. അതേസമയം തന്നെ UDFനോടും ചില മേഖലകളിൽ, അതായത് തിരുവനന്തപുരം, എറണാകുളത്ത് UDFന് അനുകൂലമായിട്ടുള്ള നിലപാടാണെങ്കിൽ തിരുവനന്തപുരത്തെ ചില മേഖല, വിഴിഞ്ഞം ഒഴികെയുള്ള മറ്റ് തീരദേശ മേഖലകളിലേക്ക് പോയാൽ, ആലപ്പുഴയിലെ തീരദേശ മേഖല, കൊല്ലത്തെ തീരദേശ മേഖലകളിലേക്ക് പോയാൽ ലത്തീൻ സഭ ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കും. അതായത് ഓരോ രൂപതാടിസ്ഥാനത്തിലും വ്യത്യസ്ത
വ്യത്യസ്തമായ നിലപാടുകളാണ് ലത്തീൻ സഭയ്ക്കുള്ളത്. ഒരു ഏകീകൃത ഒരു സ്വഭാവം ലത്തീൻ സഭയുടെ നിലപാടിലില്ല എന്നതാണ് ഈ മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും ആശങ്കപ്പെടുത്തുന്ന കാര്യം. പക്ഷേ എന്തായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അഭിലാഷ്, അത് മറ്റ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പശ്ചാത്തലത്തിൽ ആയിരുന്നു നേരത്തെ കെ സുധാകരൻ ഉൾപ്പെടെ സഭ അധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. CPM-നെ ആകട്ടെ ഈ യുവസംഗമം ഒക്കെയാണ് ഭയപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. മറുഭാഗത്ത് ഇനിയും ഇതിന് മറുപടി എന്ന തരത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ കോൺഗ്രസ് ആസൂത്രണം ചെയ്യുന്നുമുണ്ട്. പക്ഷേ മത മേലധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ചകൾ, അവരുടെ വിശ്വാസം നേടുക എന്നതിനെ വളരെ പ്രധാനപ്പെട്ടതായി കാണുന്നു. ആ വിഷയത്തിലൊക്കെ സജീവമായി ഇടപെടുന്നതിന്, പ്രത്യേകിച്ച് CPM-നെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും പൊതുമധ്യത്തിൽ വന്നുകൊണ്ട് സഭാ നേതൃത്വവുമായി ചർച്ച നടത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് കാലങ്ങളിലൊക്കെ ഇത്തരം സന്ദർശനങ്ങൾ പതിവാണ്. കോൺഗ്രസ് ആകട്ടെ പറയുന്നത് നേരത്തെ തന്നെ സഭകളുമായി കോൺഗ്രസിന് ബന്ധമുണ്ട്, അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ആശങ്കപ്പെടുത്തുന്ന ഒന്നല്ല എന്നുള്ളതാണ്. പക്ഷെ ടോം, വളരെ കൃത്യമായി ഈ ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഈ നീക്കത്തെ ഭയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അതിസൂക്ഷ്മതയോടുകൂടി തന്നെ വിലയിരുത്തുന്നു എന്ന് വേണ്ടേ അനുമാനിക്കാൻ. അതിനെ എങ്ങനെയാണ് BJP നോക്കിക്കാണുന്നത്? തീർച്ചയായും, കാരണം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ ക്രൈസ്തവ സഭകളുടെ ഇപ്പോഴത്തെ ഈ നിലപാട് മാറ്റത്തെ അല്പം ആശങ്കയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. അതിൽ ഏറ്റവും പ്രധാനം UDF തന്നെയാണ്. UDF-ഉം പ്രത്യേകിച്ചും കോൺഗ്രസും. കാരണം UDF-ൽ ഒരു കാലത്ത് ഈ സുറിയാനി സഭകളുടെ, സിറിയൻ കാത്തലിക് സഭയുടെ ഒരു ശക്തി കേന്ദ്രം അത് കേരള കോൺഗ്രസ് ആയിരുന്നു. കേരള കോൺഗ്രസിലെ KM മാണി വിഭാഗമായിരുന്നു. പക്ഷേ കേരള കോൺഗ്രസിൽ വലിയ പിളർപ്പുണ്ടായപ്പോൾ അവിടെ തന്നെ UDF-ന് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതോടൊപ്പം അതായത് KM മാണിയുടെ മരണശേഷം ജോസ് കെ മാണി ഇടതുപക്ഷത്തേക്ക് പോകുന്നു, ഇടതുപക്ഷത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നു. ഇടതുപക്ഷം വലിയ പരിഗണനയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റ് ജോസ് കെ മാണിക്ക് നൽകുന്നു പിണറായി വിജയൻ. ഈ ലോക്സഭാ മണ്ഡലത്തിലും കോട്ടയം ലോക്സഭാ മണ്ഡലം, ഈ ലോക്സഭാ സീറ്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയം ലോക്സഭാ മണ്ഡലം കേരള കോൺഗ്രസിനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു സീറ്റ് കൂടി ഒരുപക്ഷെ ജോസ് കെ മാണി ആവശ്യപ്പെടാം. അതൊരുപക്ഷെ മിക്കവാറും ഒരു സാധ്യത ഇടുക്കി സീറ്റായിരിക്കാം. ഇടുക്കിയിൽ ഹൈറേഞ്ച് മേഖലകളിൽ ഈ ക്രൈസ്തവ വിഭാഗത്തിനും കേരള കോൺഗ്രസിനും സാമാന്യ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ചും റോഷി അഗസ്റ്റിന്റെ മണ്ഡലമായിട്ടുള്ള ഇടുക്കി ഉൾപ്പെടുന്ന പ്രദേശം, ആ പ്രദേശത്ത് ക്രൈസ്തവ സഭ, കത്തോലിക്ക സഭയ്ക്കും പ്രത്യേകിച്ച് സീറോ മലബാർ സഭയ്ക്കും കേരള കോൺഗ്രസിന് സ്വാധീനമുണ്ട്. ആ ഒരു സീറ്റ് കൂടി അവർ ആവശ്യപ്പെടാം. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് ഒരു പക്ഷേ ഇത്തവണ ചെതറും. സാധാരണ ഒരു 70% ക്രൈസ്തവ വിഭാഗങ്ങൾ UDF-ന് അനുകൂലമായിട്ടായിരുന്നു വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഇത്തവണ അത്തരമൊരു സാഹചര്യം ഉണ്ടാകില്ല എന്ന കാര്യം ഒരു വസ്തുതയാണ്. കാരണം ഇപ്പോൾ തന്നെ കൃത്യമായ ഈ നർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട് പാലാ രൂപത ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് നടത്തിയ പ്രസ്താവന അത് വലിയ വിവാദമാകുന്നു. അതിനെ CPM-ഉം കോൺഗ്രസും ശക്തമായി എതിർക്കുന്നു. അവിടെ ഇവർക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചു, അതായത് ക്രൈസ്തവ സമൂഹത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത്, ബിഷപ്പിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് BJP മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ തുടങ്ങുന്നതാണ് ഈ സഭകളും അതോടൊപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ചും കോൺഗ്രസുമായിട്ടുള്ള ഭിന്നത. അന്ന് VD സതീശൻ അതിരൂക്ഷമായ ഭാഷയിലാണ് സഭകൾക്കെതിരെ പ്രത്യേകിച്ചും ബിഷപ്പിനെതിരെ നിലപാട് സ്വീകരിച്ചത്. താൻ അരമ്പനകൾ കയറി ഇറങ്ങില്ല എന്ന് നിലപാട് സ്വീകരിക്കുന്നു. പ്രത്യേകിച്ചും മതന്യൂനപക്ഷങ്ങളുമായിട്ട് ആ ഒരു സമവായ ചർച്ചയ്ക്ക് പോലും അദ്ദേഹം തയ്യാറായില്ല. അത് തന്നെയാണ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് UDF-ന് വലിയ രീതിയിൽ ഒരു പിടിപുറക്കുന്നു. മുസ്ലിം ലീഗിന്റെ കൺട്രോളിലാണ് നിലവിൽ UDF എന്ന രീതിയിലെ ആക്ഷേപമാണ് ഈ ക്രൈസ്തവ വിഭാഗം പറയുന്നത്. അതുകൊണ്ട് തന്നെ UDF-ൽ തങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 36 സീറ്റുകൾ UDF ക്രൈസ്തവ വിഭാഗത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ്. ഇടതുപക്ഷം 22 സീറ്റുകൾ നൽകിയുള്ള ക്രൈസ്തവ വിഭാഗത്തിന് BJP 6 സീറ്റുകൾ നൽകിയുള്ളൂ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും ക്രൈസ്തവ വിഭാഗം UDF-ന് കീഴിൽ തൃപ്തരല്ല, അവർ UDF അവഗണിക്കുന്നു എന്ന ഒരു ആശങ്ക വലിയ രീതിയിൽ തന്നെ ക്രൈസ്തവ വിഭാഗത്തിനുണ്ട്, വിവിധ ക്രൈസ്തവ വിഭാഗത്തിനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്വാധീന ശക്തി സീറോ മലബാർ സഭയാണ്. അതായത് തലശ്ശേരി രൂപത മുതൽ വ്യാപിച്ചു കിടക്കുന്ന തലശ്ശേരി, താമരശ്ശേരി, മാനന്തവാടി, പാലക്കാട്, എറണാകുളം, തൃശ്ശൂർ, ഇരിങ്ങാലക്കുട, അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 രൂപതകളാണ്: ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, കോട്ടയം, പാലാ രൂപതകൾ. അതായത് കേരളത്തിലെ
തെക്കൻ മേഖല ഒഴിച്ചു നിർത്തിയാൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകൾ ഒഴിച്ചു നിർത്തിയ സീറോ മലബാർ സഭയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയോടുകൂടി തന്നെയാണ് UDF കാണുന്നത്. പ്രത്യേകിച്ചും മധ്യകേരളം UDFന്റെ ഒരു സ്വാധീന മേഖലയായിരുന്നു. ആ മധ്യകേരളത്തിൽ എറണാകുളം ജില്ല ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും UDF പതറുന്ന സാഹചര്യമുണ്ടായി. ഇത്തവണ ഈ രീതിയിലുള്ള ഒരു നിലപാടാണ് ക്രൈസ്തവ വിഭാഗം സ്വീകരിക്കുന്നതെങ്കിൽ അല്പം ആശങ്കയല്ല, UDFനെ സംബന്ധിച്ചൊരു അപകടം അടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. പക്ഷേ എങ്ങനെയായിരിക്കും UDF ഇതിനെ മറികടക്കാൻ വേണ്ടിയുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക? കഴിഞ്ഞ ദിവസം കെ സുധാകരൻ തലശ്ശേരി രൂപതാധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മറ്റ് രൂപതകളിലും മറ്റ് രൂപതാസ്ഥാനങ്ങളിലും കെ സുധാകരൻ പോകും, സന്ദർശിക്കുമെന്ന് പറയുന്നു. പക്ഷെ അവിടെ അവർ പ്രതിഷേധിക്കുന്നത്, എതിർത്ത നിലപാട് സ്വീകരിക്കുന്നത് VD സതീശനെതിരെയാണ്. സതീശൻ ക്രൈസ്തവ വിഭാഗങ്ങളോട് വലിയ അകൽച്ച പാലിക്കുന്നു എന്ന ആക്ഷേപമാണ് ഈ സമുദായങ്ങൾക്കുള്ളത്, ക്രൈസ്തവ വിഭാഗങ്ങൾക്കുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സീറോ മലബാർ സഭയുടെ ആശങ്കയാണ്. ലത്തീൻ സഭയും അതോടൊപ്പം മധ്യകേരളത്തിൽ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ സ്വാധീനമുള്ള യാക്കോബായ സഭ, പത്തനംതിട്ട ജില്ലയിലും കോട്ടയത്തെ ഒരു മേഖലകളിലും സ്വാധീനമുള്ള ഓർത്തഡോക്സ് സഭ, ഈ സഭകൾ എന്ത് നിലപാട് സ്വീകരിക്കും? കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് ഇതുവരെയും മറ്റ് സഭകൾ വ്യക്തമാക്കിയിട്ടില്ല. അവരുടെ നിലപാടിനെ ആശ്രയിച്ചായിരിക്കും എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫല നിർണയം എന്നതും എടുത്തു പറയേണ്ടതാണ്. അഭിലാഷ്, വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് BJPയുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവ ഭവനങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു. പ്രധാനമന്ത്രിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ സന്ദർശനം നടത്തിയത്. അതിനുശേഷം വിഷുദിനത്തിൽ ക്രൈസ്തവ പുരോഹിതരെ അടക്കം നേതാക്കളുടെ ഭവനങ്ങളിലേക്ക് വിളിച്ച് സദ്യയടക്കം നൽകുന്ന സാഹചര്യമുണ്ടാകുന്നു. മാത്രവുമല്ല, മത മേലധ്യക്ഷന്മാർ BJPയോട് ഐത്തം പുലർത്തേണ്ട സാഹചര്യമില്ല എന്ന് വ്യക്തമാക്കുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതായിരുന്നില്ല സാഹചര്യം എന്നുള്ളതാണ് BJP അനുകൂലമായി കാണുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു തൊട്ടുകൂടായ്മയൊന്നുമില്ല. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ BJPക്ക് സാധിക്കുന്നില്ല എന്ന് രാഷ്ട്രീയ എതിരാളികൾ വിമർശനം ഉന്നയിക്കുമ്പോഴാണ് ന്യൂനപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കാനും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന സമുദായ അധ്യക്ഷന്മാർ അല്ലെങ്കിൽ മതപുരോഹിതർ ഉൾപ്പെടെയുള്ളവർ BJPയുമായി ചർച്ചകൾ അടക്കം നടത്തുകയും ചെയ്യുന്നത്. അതുതന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ഇത് പ്രധാനപ്പെട്ടതായി മാറുന്നു എന്ന നിരീക്ഷണം രാഷ്ട്രീയ കോണുകളിൽ നിന്ന് അടക്കം ഉണ്ടായിട്ടുള്ളത്. ടോം, ഇതോടൊപ്പം ഇനിയും ഇത്തരം ചർച്ചകളും കൂടിക്കാഴ്ചകളും ഒക്കെ തുടരും എന്നുകൂടി പറയുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോഴത്തെ ഗോവ ഗവർണറുടെ നേതൃത്വത്തിൽ PS ശ്രീധരൻപിള്ളയുടെ നേതൃത്വത്തിലടക്കം ഈ സഭാ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു ഇടപെടൽ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. യാക്കോബൈറ്റ് ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അതിനിടയിലും പ്രധാനമന്ത്രി സഭാധ്യക്ഷന്മാരുമായി ഇതിനു മുമ്പ് ഡൽഹിയിൽ ഉൾപ്പെടെ കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഏതാണ്ട് ഈ സൂചിപ്പിച്ചതുപോലെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തെയൊക്കെ മാറ്റി നിർത്തിയാൽ ഏതാണ്ട് പൂർണ്ണമായും ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു 80%-90% വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്നവരുടെ പ്രതിനിധികൾ ഉൾപ്പെടെയല്ലേ ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമായിട്ടുള്ളത്. അത് കേരളത്തിൻ്റെ ഒരു പൊതുവികാരമായി നമുക്ക് വിലയിരുത്താൻ സാധിക്കുമോ? കേട്ടോ, അഭിലാഷ്, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നോക്കിയാൽ BJP വലിയ രീതിയിൽ മുന്നേറ്റമുണ്ട്. അതായത് വോട്ട് ഷെയറിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു. അതിൽ ഈ ക്രൈസ്തവ സഭകൾക്ക്, അത് പ്രത്യേകിച്ചും ചെങ്ങന്നൂർ ഉൾപ്പെടുന്ന ചില മേഖലകൾ, അത് PS ശ്രീധരൻപിള്ള മത്സരിച്ചിരുന്നു. ആ സമയത്ത് അവിടെ നിയമസഭാ മണ്ഡലങ്ങളിലടക്കം വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിയതാണ്. പക്ഷെ അതിനുശേഷമാണ്, അതായത് ശ്രീധരൻപിള്ള ഈ ലീഡർഷിപ്പ് BJPയുടെ സംസ്ഥാന ലീഡർഷിപ്പിൽ നിന്ന് നേതൃസ്ഥാനത്ത് നിന്നും മാറിയ ശേഷമാണ് ആ ഒരു സഭകളുമായിട്ടുള്ള ആ ഒരു ചർച്ചകളും അതോടൊപ്പം ആ ഒരു നീക്കുപോക്കുകളിലും വലിയൊരു വിള്ളൽ വീഴുന്നത്. അതിനുശേഷം ശ്രീധരൻപിള്ള ഗവർണറായി പോകുന്നു. പക്ഷേ അവിടെയും, അതായത് കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ 3 പ്രധാനപ്പെട്ട കത്തോലിക്ക സഭ അധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ലത്തീൻ സഭയുടെ ഓസ്വാൾഡ് ഗ്രേഷ്യസ്, സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, സീറോ മലങ്കര സഭയുടെ അധ്യക്ഷൻ ബെസിലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ, ഈ 3 അധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അതിന് ചരട് വലിച്ചത്, അതിന് കൃത്യമായി നീക്കങ്ങൾ നടത്തിയത്, കൂടിക്കാഴ്ചക്കുള്ള അവസരമൊരുക്കിയത് PS ശ്രീധരൻപിള്ളയായിരുന്നു. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇന്നലെ
കൊച്ചിയിൽ സഭയുടെ ഒരു സ്വകാര്യ ചടങ്ങിൽ PS ശ്രീധരൻപിള്ള പങ്കെടുത്തിരുന്നു എന്നത് എടുത്തു പറയണം. കാരണം ശ്രീധരൻപിള്ള ഇതിൽ വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. കാരണം നേരത്തെ മുതൽ തന്നെ വിവിധ ക്രൈസ്തവ സഭകളുമായി സഭാ അധ്യക്ഷന്മാരുമായി ശ്രീധരൻപിള്ളയ്ക്ക് വലിയൊരു ബന്ധമുണ്ടായിരുന്നു. അതിനുശേഷം വന്ന BJP ലീഡർഷിപ്പ് ആ ഒരു ബന്ധം നിലനിർത്തിയില്ല. അത് തന്നെയായിരുന്നു BJPയുടെ തുടർ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയായത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല. പ്രധാനമന്ത്രി നേരിട്ട് രംഗത്തെത്തുന്നു. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ചർച്ചയ്ക്ക് മുൻകൈ എടുത്തുന്നു. ഇന്ന് 2 സഭകളെ ഒഴിവാക്കിയപ്പോൾ B. മുരളീധരനോടും K. സുരേന്ദ്രനോടും നമ്മൾ ന്യൂസ് 18 തന്നെ നിലപാട് ചോദിച്ചു, ഇതിന്റെ അഭിപ്രായം ചോദിച്ചു, എന്തുകൊണ്ടാണ് അവർ ഒഴിവാക്കിയത്. അവർ തന്നെ പറഞ്ഞത് BJP സംഘടിപ്പിക്കുന്ന പരിപാടിയല്ല, ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് നേരിട്ട് ഇത്തരം ഒരു കൂടിക്കാഴ്ച നടത്തിയതെന്നാണ്. അവിടെയും ശ്രദ്ധിക്കേണ്ടത് ചെറിയ വിഭാഗത്തെ, അതായത് കൽദായ സഭ മുതൽ ക്നാനായ സഭകൾ, കൽദായ സഭ കേരളത്തിൽ 15,000 വിശ്വാസികൾ മാത്രമുള്ള ഏറ്റവും ചെറിയൊരു സഭയാണ്, സമുദായമാണ്. മറ്റ് 2, അതായത് ക്നാനായ കത്തോലിക്ക സഭയും ക്നാനായ യാക്കോബായ സഭയും, ഈ 2 സഭകളുടെ ഒരു 1,00,000 താഴെ മാത്രമേ വിശ്വാസികളുള്ളൂ. അതായത് ചെറിയ വിഭാഗത്തെ പോലും താൻ പരിഗണിക്കുന്നു എന്നൊരു സന്ദേശം പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നു. അതായത് കേരളത്തെ ഏറ്റവും വലിയ സഭയായിട്ടുള്ള സീറോ മലബാർ സഭ, ലത്തീൻ സഭ, ഈ സഭകൾക്ക് കൊടുക്കുന്ന പരിഗണനയ്ക്കൊപ്പം തന്നെ ചെറിയ സഭകളെയും അവർ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നു. ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാടോടുകൂടി പ്രധാനമന്ത്രി തന്നെ ഇന്ന് പറഞ്ഞ കാര്യം, എല്ലാ സമുദായങ്ങൾക്കും സഭകൾക്കും സുരക്ഷ കൊടുക്കും, അവർക്ക് ഇവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കും എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ വലിയ പ്രതീക്ഷയാണ് സഭകൾക്കുള്ളത്. ഇത് വരും നാളുകളിലും ഈ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായാൽ ഒരുപക്ഷെ ക്രൈസ്തവ വിശ്വാസികളുടെ മനസ്സും മാറാം എന്നാണ് BJP കണക്കുകൂട്ടുന്നത്. നിലവിൽ ഈ ചില സഭാധ്യക്ഷന്മാർ പരസ്യമായി BJPക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചപ്പോൾ ഒറ്റപ്പെട്ട ചില പ്രതിഷേധങ്ങൾ ചില ഭാഗത്തുനിന്നുണ്ടായി. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഭൂരിപക്ഷം പേരും ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിൽ ഏറ്റവും പ്രധാനമായും അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശങ്ക, ഒരു കാലത്ത് മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾ ഒരേപോലെ പരിഗണിച്ചിരുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ആ രീതിയിലല്ല. അതായത് കേരളത്തിൽ ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു ജനസംഖ്യ കുറഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പലരും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഇവിടുത്തെ ഒരു അരക്ഷിതാവസ്ഥയാണ്, ഇവിടുത്തെ സാമുദായികമായ സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ യുവാക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അത്തരമൊരു സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് BJPയും പറയുന്നത്. കാരണം ഇവിടെ നമ്മുടെ യുവാക്കൾ ഇവിടെ വേണം, അത് ക്രൈസ്തവ വിഭാഗമായാലും ഏത് സമുദായമായാലും ഇവിടെ നിൽക്കണം എന്നൊരു സന്ദേശമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ സഭ പറയുന്നത് ഈ രീതിയിൽ ജനസംഖ്യ കുറഞ്ഞതുകൊണ്ട് തങ്ങൾക്ക് പരിഗണന കുറഞ്ഞു. പക്ഷെ BJP ആ പരിഗണന കൊടുക്കുമ്പോൾ സഭ എങ്ങോട്ടേക്ക് പോകും? പക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു ക്രൈസ്തവ സഭകളുടെ പിന്തുണയുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ജോണി നെല്ലൂരും VV അഗസ്റ്റിനും ഉൾപ്പെടെയുള്ളവർ, മാത്യു സ്റ്റീഫനും ഉൾപ്പെടെയുള്ളവർ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി, നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി രൂപീകരിച്ചിരുന്നു. ഈ പാർട്ടിയെ BJP എങ്ങനെ പരിഗണിക്കും എന്നത് നോക്കിക്കാണേണ്ട കാര്യമാണ്. കാരണം സഭകളുടെ പിന്തുണ ഉണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നു. പക്ഷെ പൂർണ്ണമായും സഭകളുടെ പിന്തുണ ഉണ്ടോ എന്നത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയുകയുള്ളൂ. കാരണം ഇതുവരെയും സഭകൾ ഒരു തുറന്ന ഒരു സമീപനം ഈ പാർട്ടിക്ക് അനുകൂലമായി സ്വീകരിച്ചിട്ടില്ല. ഇതിനു മുൻപ് 2004 പൊതു തെരഞ്ഞെടുപ്പിൽ അന്ന് PC തോമസ് മൂവാറ്റുപുഴയിൽ നിന്നും NDAയുടെ സ്വതന്ത്രനായ IFDP പാർട്ടി ഉണ്ടാക്കി അദ്ദേഹം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വേറെയായിരുന്നു. ജോസ് കെ മാണി ആദ്യമായി പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ രംഗപ്രവേശം കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു മൂവാറ്റുപുഴയിൽ. അതുകൊണ്ട് തന്നെ ഈ ജോസ് കെ മാണിക്കെതിരായിട്ടുള്ള ഒരു ഫാക്ടർ അവിടെ നിലകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി വന്നതുകൊണ്ട് അന്ന് പാർട്ടി വിട്ടുപോയി എന്ന് കെ മാണി മകന് വലിയ പരിഗണന കൊടുക്കുന്നുവെന്ന് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടായിരുന്നു PC തോമസ് മുന്നോട്ട് പോയത്, പാർട്ടി വിട്ടത്. അതായത് ക്രൈസ്തവ വിഷയം ഉന്നയിച്ചുകൊണ്ടല്ല, PC തോമസിന്റെ മാത്രം വ്യക്തിപരമായ താൻ അവഗണിക്കപ്പെടുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് PC തോമസ് പുറത്തുപോയപ്പോഴും പക്ഷേ PC തോമസ് അനുകൂലമായ നിലപാട് അന്ന് മൂവാറ്റുപുഴയിൽ, അതായത് ക്രൈസ്തവ സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിലെ ജനങ്ങൾ അന്ന് PC തോമസ് അനുകൂലമായി വിധിയെഴുതി. പക്ഷെ അതിനുശേഷം അദ്ദേഹം കേരള കോൺഗ്രസ് തിരികെ രൂപീകരിക്കുന്നു. അതായത് IFDPയിൽ പിളർപ്പുണ്ടാവുന്നു. അദ്ദേഹം കേരള കോൺഗ്രസ് രൂപീകരിക്കുന്നു. പക്ഷെ അവിടെ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം BJP സ്ഥാനാർത്ഥിയായി, NDA സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസിന്റെ ലേബലിൽ PC തോമസ് മത്സരിച്ചപ്പോഴും PC തോമസ് അനുകൂലമായ ഒരു ട്രെൻഡ് ആയിരുന്നില്ല അതിനുശേഷം ഉണ്ടായത്. കേരളം നമ്മൾ അതാണ് കണ്ടത്. അതായത് സൂചിപ്പിക്കുന്ന പോലെ ഏറ്റവും ആദ്യം ചേർന്ന് നിന്ന ഒരു പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ നേതാവ് എന്നത് PC തോമസ് തന്നെയാണ്. അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായതാണ്.
രാഷ്ട്രീയ സാഹചര്യം ടോം വിശദീകരിക്കുകയും ചെയ്യുന്നു. ഈ അതേ PC തോമസ് തന്നെ പിന്നീട് NDA വിടുന്ന സാഹചര്യത്തിലും എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനിടയിലാണ് ഈ ക്രിസ്ത്യൻ വിഭാഗം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് പോകുന്നു എന്നുള്ളത്. NPP പാർട്ടി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരിപ്പോഴും കൃത്യമായൊരു പോളിസി കഴിഞ്ഞ ദിവസമടക്കം ഈ ചർച്ചകളിലേക്കൊക്കെ ക്ഷണിക്കുമ്പോഴും അവർ കൃത്യമായൊരു പോളിസി പറയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ചർച്ചകളുടെയൊന്നും ഭാഗമാകാത്തത്. ഈ ക്രിസ്തീയ പിന്തുണയോടുകൂടിയാണോ ഇത്തരത്തിലൊരു പൊളിറ്റിക്കൽ പാർട്ടി രൂപപ്പെടുന്നത്? ആ പാർട്ടി കൃത്യമായി BJPയോട് ചായ്വുള്ളതായിരിക്കും എന്ന തരത്തിൽ ഒരു നിരീക്ഷണമുണ്ട്. പക്ഷേ ജോണി നെല്ലൂരിനെ പോലെയൊക്കെയുള്ള ആളുകൾ ഒരു പാർട്ടി രൂപീകരിക്കുകയോ അത് BJPയോടൊപ്പം നിൽക്കുകയോ ഒക്കെ ചെയ്താൽ അതൊന്നും കേരളത്തിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ പോകുന്നില്ല എന്ന തരത്തിലൊക്കെയുള്ള നിരീക്ഷണങ്ങളുമുണ്ട്. തീർച്ചയായും, കാരണം ഈ സഭയുടെ ഒരു ആശങ്കയും അതുതന്നെയാണ്. കാരണം ജോണി നെല്ലൂർ, VV അഗസ്റ്റിൻ, മാത്യു സ്റ്റീഫൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇനി അവർക്ക് രാഷ്ട്രീയത്തിൽ എത്രത്തോളം പ്രസക്തിയുണ്ട്? പലരും 70 വയസ്സ് പിന്നിട്ടവരാണ്. അവരെ കൊണ്ട് കാരണം യുവാക്കളെ സ്വാധീനിക്കാൻ കഴിയുമോ എന്ന ആശങ്ക നിലവിലുണ്ട്. നിലവിലെ NDA ഘടകകക്ഷിയായി നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപ്പാറ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, പ്രധാനമന്ത്രിയുമായി സഭ അധ്യക്ഷന്മാർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. 8 അധ്യക്ഷന്മാരാണ് കൂടിക്കാഴ്ച നടത്തിയത്. ക്ഷണം ലഭിച്ച എല്ലാവരും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു എന്നതാണ് വിവരം. പ്രധാനമന്ത്രി ഈ ബിഷപ്പുമാർക്ക് പറയാനുള്ളതെല്ലാം കേൾക്കുകയും എല്ലാ മതവിശ്വാസികൾക്കും ജീവിക്കുവാനും സ്വസ്ഥമായി ജീവിക്കുവാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകും, എല്ലാ വിഭാഗങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കും, ക്രൈസ്തവ വിഭാഗങ്ങളുടെ ആശങ്കകൾ ഉൾപ്പെടെ പരിഹരിക്കും, ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കും എന്നൊക്കെയുള്ള ഉറപ്പുകൾ ആണ് നൽകിയിട്ടുള്ളത്. ആ ഉറപ്പുകളെ എത്രത്തോളം വിശ്വസിക്കാം? സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ചർച്ച സഭാ മേലധ്യക്ഷന്മാരെ പ്രധാനമന്ത്രി വിളിക്കുന്നു. ആ ക്ഷണം അനുസരിച്ച് അവർ പങ്കെടുക്കുന്നു. അവരവരുടെ മനസ്സിലെ ആശങ്കകളും അവരിതുവരെ കുറെ കാലങ്ങളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതിന് വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു. സ്വാഭാവികമായിട്ടും അത് വളരെ ഒരു പോസിറ്റീവ് ഗസ്റ്റർ തന്നെയാണ്. അത് അല്ലാതെ പ്രധാനമന്ത്രിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറുപടി കൊടുക്കാൻ കഴിയില്ല. അങ്ങനെയല്ലാത്തൊരു മറുപടി കൊണ്ട് ഈ സഭാ മേലധ്യക്ഷന്മാരെ തൃപ്തിപ്പെടുത്താനും കഴിയില്ല. കാരണം ഇവിടെ രണ്ടു കൂട്ടരും ഈ രണ്ട് കക്ഷികളുള്ളതിൽ എനിക്ക് തോന്നുന്നു ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെക്കാൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ ആവശ്യക്കാർ കേരളത്തിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ BJPക്കാണ് അവരെ കൊണ്ട് ആവശ്യം. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ഉറപ്പ് കൃത്യമായി കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്കറിയാം, അത് മേലിൽ അത്തരത്തിലുള്ള പീഡനങ്ങൾ ആവർത്തിക്കില്ല, എല്ലാ ആശങ്കകളെ കുറിച്ചും ഞങ്ങൾ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യും തുടങ്ങിയ ഉത്തരങ്ങൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കും അവരുടെ സമൂഹത്തിനോട് പറയാം ഇങ്ങനെ ചില ഉറപ്പുകൾ കൃത്യമായി ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത പോലെ കുറെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഉറപ്പുകൾ പ്രധാനമന്ത്രി തരുന്നു. ഇന്ത്യയിൽ എല്ലായിടത്തും ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കും, ന്യൂനപക്ഷങ്ങളുടെ മേലുള്ള അനാവശ്യമായ കടന്നുകയറ്റങ്ങൾ അനുവദിക്കില്ല, അങ്ങനെ ഉണ്ടായാൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കും. ഇത് പ്രധാനമന്ത്രിയുടെ ഉറപ്പാണ്. ഇങ്ങനെ ഒരു ഉറപ്പല്ലേ നമുക്ക് ആവശ്യം? നമ്മുടെ ആവശ്യങ്ങളോട് അദ്ദേഹം എത്ര പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത് എന്ന് തുടങ്ങി ഈ മതമേലധ്യക്ഷന്മാർക്ക് സ്വാഭാവികമായിട്ടും അവരെ പ്രതിദാനം ചെയ്യുന്ന സഭയ്ക്കകത്തും സഭാ വിശ്വാസികളുടെ മുമ്പിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ ഒരു പരിധി വരെയെങ്കിലും അവരുടെ ഒരു അനുഭാവം അല്ലെങ്കിൽ ഒരു പിന്തുണ നേടിയെടുക്കാൻ കഴിയും. മറിച്ച് എന്തെങ്കിലുമാണ് സംഭവിക്കുന്നതെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ ആ രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ന് BJP അല്ല, തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു ചർച്ചയാകുമ്പോൾ കൂടിക്കാഴ്ചയാകുമ്പോൾ ഇത്തരം ഉറപ്പുകളൊക്കെ ഉണ്ടാകും. എന്റെ ചോദ്യം ആ ഉറപ്പുകളെ എത്രത്തോളം വിശ്വസിക്കാം എന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിലാണെങ്കിൽ ഇതൊരുമാതിരി കുറിപ്പിന്റെ ഉറപ്പാണ്. പ്രധാനമന്ത്രിയും നേതാക്കന്മാരും ഒക്കെ അവരവരുടെ ആവശ്യഘട്ടങ്ങളിൽ ഇങ്ങനെ പല ഉറപ്പുകളും കൊടുക്കും. പക്ഷെ ആക്രമണം നടത്തുന്നത് പ്രധാനമന്ത്രിയുടെ അനുമതിയോടെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ നേതാക്കളോട് അവരുടെ ഒരു എന്താ പറയാ അംഗീകാരം നേടിയിട്ടൊന്നുമല്ല. അതാത് പ്രദേശങ്ങളിലെ
ആ ഒരു സ്വഭാവം അനുസരിച്ച് മിഷണറിമാര് മതപരിവർത്തനം നടത്തുന്നു എന്ന് ആരോപിക്കുന്നു, പശുവിനെ കൊല്ലുന്നു എന്ന് ആരോപിക്കുന്നു. ഇങ്ങനെ പല കാരണങ്ങളുടെ പേരിൽ അതാത് സ്ഥലങ്ങളിലെ വർഗീയത അല്ലെങ്കിൽ അതാത് സ്ഥലത്തെ ജാതി സമുദായ സമവാക്യങ്ങൾ ഉപയോഗപ്പെടുത്തി അതാത് സ്ഥലത്തെ കരപ്രമാണിമാരും ഭൂപ്രഭുക്കന്മാരും അല്ലെങ്കിൽ അവിടുത്തെ സംഘടനാ നേതാക്കളും, വിവിധ സംഘടനകളുണ്ടല്ലോ, ഇപ്പൊ BJP മാത്രമല്ലല്ലോ, അതിനകത്ത് വേറെയും ഒത്തിരി സംഘടനകളുണ്ട്. ഈ സംഘടനകളൊന്നും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഉന്നത നേതൃത്വത്തിന്റെ ആശീർവാദത്തോടെയൊന്നും അല്ല. അവിടുത്തെ പ്രാദേശിക നേതാക്കളുടെ ചട്ടമ്പിത്തരാണ് പലപ്പോഴും ഇതിലേക്കൊക്കെ കലാശിക്കുന്നത്. അതെ, ഈ സംഘപരിവാർ സംഘടനകളിൽ നിരവധി വലിയ സ്വാധീനമല്ല ഒരു സ്വാധീനവും ഇല്ലാത്ത സംഘടനകളുമുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു ഗ്യാരണ്ടി ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. ഈ ഉറപ്പ് പ്രധാനമന്ത്രി കൊടുത്തൊരു ഉറപ്പ്. ഈ ഭരണകൂടം ന്യൂനപക്ഷങ്ങൾക്കൊപ്പമുണ്ട്, അല്ലെങ്കിൽ ക്രൈസ്തവർക്കൊപ്പമുണ്ട്, മുസ്ലിങ്ങൾക്കൊപ്പമുണ്ട് എന്നതൊക്കെ മറ്റൊരു തരത്തിൽ ഒരു പ്രതീതിയെങ്കിലും സൃഷ്ടിക്കുമല്ലോ. ഈ ആക്രമണങ്ങൾ കുറഞ്ഞിരിക്കാനെങ്കിലും കാരണമാകില്ലേ? തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്, വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. അതായത് ഇവിടെ പ്രധാനമന്ത്രി ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു പ്രധാന പ്രശ്നം എന്താ, കേരളത്തിൽ ഈ പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ സന്ദർശനം എന്ന് പറയുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ്, അല്ലാതെ പ്രധാനമന്ത്രി ഒരു സൗഹൃദ സന്ദർശനത്തിന് വന്നതൊന്നുമല്ല. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ BJPയോട് ചേർത്ത് പിടിക്കാനും അങ്ങനെ ആ ചേർത്ത് പിടിക്കാൻ കേരളത്തിലെ സംസ്ഥാനത്തെ BJP നേതാക്കളൊക്കെ പണ്ട് ശ്രമിച്ചെങ്കിലും അതൊന്നും അത്ര നടപ്പായിട്ടില്ല, അല്ലെങ്കിൽ ഉദ്ദേശിച്ച ഫലം കണ്ടിട്ടില്ല. ഇത് പ്രധാനമന്ത്രി നേരിട്ട് വരുന്നു, പ്രധാനമന്ത്രി നേരിട്ട് അവരെ ചേർത്ത് പിടിക്കുന്നു, അവരുമായി സംവദിക്കുന്നു, അവരുമായി അവരുടെ ആവശ്യങ്ങൾക്ക് നേരിട്ട് അശ്വമുഖത്തു നിന്ന് തന്നെ അവര് ഉറപ്പുകൾ കേൾക്കുന്നു. സ്വാഭാവികമായിട്ട് അതിന് അതിൻ്റെതായ മൂല്യമുണ്ട്, വെറുതെ ഒരു മിൺവാക്കല്ല അത്. പക്ഷേ ശ്രീ ജോർജ് പൊടിപ്പാറ, പക്ഷേ ഈ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് നേരത്തെ മുഖ്യമന്ത്രി തന്നെയാണ് നടത്തിയ പരാമർശമുണ്ടല്ലോ, ഇതൊന്നും കേരളത്തിൽ വിലപ്പോകില്ല എന്നുള്ളത്. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇക്കാര്യങ്ങൾ അല്ലെങ്കിൽ വോട്ടായി മാറുമോ ഇത്തരം ഉറപ്പുകളും കൂടിക്കാഴ്ചയും ഒക്കെ? നമുക്ക് സാധാരണഗതിയിൽ മുമ്പ് പലപ്പോഴും നമ്മൾ ചർച്ചകളിൽ സംസാരിച്ചിട്ടുള്ളത് പോലെ ഇങ്ങനെ ഒരു വരവ് വരുന്നു, ഇങ്ങനെ ചിലരെ കാണുന്നു, ഇതുകൊണ്ടൊക്കെ വിശ്വാസി സമൂഹം എന്താ പറയാ മൊത്തമായോ ചില്ലറയായിട്ടൊക്കെ നമുക്ക് കാണാം, എങ്കിലും മൊത്തമായിട്ട് BJP പാളയത്തിലേക്ക് ചെല്ലും എന്നൊന്നും അതൊക്കെ വളരെ എന്താ പറയാ അതിര് കവിഞ്ഞ എന്താ പറയാ ആഗ്രഹങ്ങളാണ്. പക്ഷെ ഒരു തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആരെന്തൊക്കെ പറഞ്ഞാലും, മുഖ്യമന്ത്രി ആയാലും ശരി, കോൺഗ്രസ് നേതാക്കളായാലും ശരി, അവരൊക്കെ വരണ്ടിട്ടുണ്ട്. അവരുടെ മനസ്സിൽ ആശങ്ക കോരിയിടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. BJP രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ആ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്, അതിനെ പേടിക്കണം. അത് എഴുതി തള്ളിയിട്ട് കാര്യമില്ല. വളരെ ലാഘവത്തിൽ അതിനെ ഒന്നും ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് തള്ളിയാലൊന്നും തള്ളുന്നതല്ല ശരി, മറിച്ച് അതിനെ അതിൻ്റെതായ ഗൗരവത്തിലെടുത്ത് കൗണ്ടർ നീക്കങ്ങൾ നടത്താൻ ഇരു മുന്നണികൾക്കും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാലിനടിയിലെ മണ്ണ് ഊർന്നു പോയി എന്ന് വരാം, ചിലയിടത്തെങ്കിലും ചില സ്ഥലങ്ങളിലെങ്കിലും എന്ന് കൃത്യമായി തന്നെ നമുക്ക് കണക്കൂട്ടാൻ പറ്റും. കാരണം നല്ല നീക്കമാണ് അവർ നടത്തുന്നത്. ആ നീക്കത്തെ വില കുറച്ച് കാണുന്നതിൽ അർത്ഥമില്ല. രാഷ്ട്രീയം സാധ്യതകളുടെ കലയാണ്. ആ കലയാണ് ഇപ്പൊ BJP വളരെ വിദഗ്ധമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും വലിയ കലാകാരനെ തന്നെ ഉപയോഗിച്ചാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടി കോൺഗ്രസും CPM-ഉം മനസ്സിലാക്കുന്നത് നല്ലതാണ്. വളരെ നന്ദി ശ്രീ ജോർജ് പൊടിപ്പാറ പ്രതികരിച്ചതിന്. ടോം, നമ്മൾ നേരത്തെ സംസാരിച്ചു കൊണ്ടിരുന്നതും ജോർജ് പൊടിപ്പാറ പറഞ്ഞു വെച്ചതുമൊക്കെ ഒരേ ആംഗിളിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് അണികളെ അഭിസംബോധന ചെയ്തപ്പോൾ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞൊരു സ്റ്റേറ്റിൻ്റെ പേര് കേരളം എന്നുള്ളതാണ്. മേഘാലയയിലും മിസോറാമിലും മണിപ്പൂരിലും നാഗാലാൻഡിലുമൊക്കെ ആകാമെങ്കിൽ കേരളത്തിലുമാകും എന്ന് അദ്ദേഹം ആ ഘട്ടത്തിൽ പറയുന്നുവെങ്കിൽ കേന്ദ്ര നേതൃത്വം വളരെ കൃത്യമായി കേരളത്തെ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് സംസ്ഥാന നേതാക്കളെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ അതിന് മറുമരുന്ന് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് അപ്പോൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. അവിടെയാണ് പ്രധാനമന്ത്രി നേരിട്ട് എത്തുന്നു. ഈ വികസന പദ്ധതികൾ, വന്ദേ ഭാരതും വാട്ടർ മെട്രോയും ഒക്കെ ഉദ്ഘാടനം ചെയ്യുന്ന വികസന പദ്ധതികൾക്കൊപ്പം തന്നെ ഇത്തരം റോഡ് ഷോകൾ നടത്തുന്നു, യുവാക്കളുമായി സംവദിക്കുന്നു, മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതിൻ്റെ ഒരു പ്രാധാന്യം അതാണ്. അതിനിടയിലാണ് നമ്മൾ പറഞ്ഞു വെച്ചത് ഈ പുതിയ രാഷ്ട്രീയ പാർട്ടി അടക്കമൊക്കെ രൂപീകരിക്കപ്പെടുന്ന മറ്റൊരു പശ്ചാത്തലം കൂടി.
അഭിലാഷ്, തീർച്ചയായും. കാരണം ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, അതായത് ക്രൈസ്തവ സഭകൾക്ക്, അത് പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ ഒരു സ്വാധീന മേഖലയാണ്. പക്ഷെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഒരു വലിയ ഒരു വോട്ട് ബാങ്കാണ് ക്രൈസ്തവ വിഭാഗങ്ങൾ വടക്ക് കിഴക്കൻ സംസ്ഥാനം. അതോടൊപ്പം ഗോവ. ഈ സംസ്ഥാനങ്ങളിൽ BJPക്ക് അധികാരത്തിൽ വരാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് കേരളം? കാരണം കേരളത്തിൽ 18% മാത്രമേ ഉള്ളൂ. മറ്റ് സംസ്ഥാനങ്ങൾ, അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ അവിടെ വലിയ സ്വാധീന ശക്തികളാണ് ക്രൈസ്തവ വിഭാഗങ്ങൾ. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാകില്ല എന്നാണ് ഈ കേന്ദ്ര നേതൃത്വം ചിന്തിക്കുന്നത്. പക്ഷേ അവിടെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്. കാരണം PS ശ്രീധരൻപിള്ള സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോൾ ഒരു സഭകളുമായി കൃത്യമായ ലേസണിംഗ് ഉണ്ടായിരുന്നു BJPക്ക്. പക്ഷേ ഇപ്പോഴത്തെ ലീഡർഷിപ്പ് ആ ഒരു രീതിയിൽ ഒരു ചർച്ചകളിലേക്ക് വരുന്നില്ല. ഒരു ക്രൈസ്തവ വിഭാഗങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നീക്കങ്ങൾ അവരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. മാത്രമല്ല സഭയെ സംബന്ധിച്ച് അതിനുശേഷം നമ്മൾ കണ്ടതാണ് അൽഫോൺസ് കണ്ണന്താനത്തെയും ഇടതുപാളയത്തിൽ നിന്നും BJP, അതായത് കാഞ്ഞിരപ്പള്ളി MLA ആയിരുന്ന സമയത്താണ് അദ്ദേഹത്തെ രാജിവെപ്പിച്ച് MLA പദവി രാജിവെപ്പിച്ച് കേന്ദ്രത്തിലേക്ക് രാജ്യസഭ MP ആയി കൊണ്ടുപോയി. അതിനുശേഷം അദ്ദേഹത്തെ ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ്, നിരീക്ഷകൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, നേരത്തെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് താങ്കളുടേതായ നിലപാടുകൾ ന്യൂസ് 18നുമായി പങ്കുവച്ചതാണ്. ഇപ്പോഴിതാ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഞങ്ങളുടെ പ്രതിനിധി ടോം നൽകുന്ന ഇൻപുട്ടുകൾ അനുസരിച്ച് കൃത്യമായ ഉറപ്പ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. എല്ലാ മതവിശ്വാസികൾക്കും സംരക്ഷണം ഉറപ്പ് നൽകുന്നു. അതോടൊപ്പം തന്നെ ക്രൈസ്തവ സഭകൾ ഇതിനു മുമ്പ് തന്നെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ശ്രദ്ധയിലുണ്ട് എന്ന് പ്രധാനമന്ത്രി തന്നെ പറയുന്നു. ഈ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കും എന്ന് പറയുന്നു. അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കും എന്നും വ്യക്തമാക്കുന്നുണ്ട്. സൂചിപ്പിക്കുന്നത് പോലെ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പലപ്പോഴും ക്രൈസ്തവ വിഭാഗത്തിന് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് അത് BJP നേരിട്ട് നേതൃത്വം കൊടുക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്താനാകില്ല. സംഘപരിവാർ സംഘടനകൾ എന്നോ അല്ലെങ്കിൽ ആ സംഘടനയിൽ പോലും പെടാത്ത ഹൈന്ദവ സംഘടനകൾ ഒക്കെയാണ് പലപ്പോഴും അത്തരം ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകാറുള്ളത്. സംഘപരിവാർ എന്ന സംഘടനയിൽ സംഘപരിവാർ പറയുന്നതനുസരിച്ച് ഒരു നിശ്ചിത ലിസ്റ്റുണ്ട്. അതിന് പുറത്തൊക്കെയുള്ള ആളുകൾ ആക്രമണം നടത്താറുണ്ട്. പക്ഷേ ആത്യന്തികമായി അത് BJPയാണ് ബാധിക്കാറ്. RSSും അല്ലെങ്കിൽ സംഘപരിവാറുമാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് എന്ന ഒരു പ്രതീതിയാണ് പുറത്തേക്ക് വരുന്നത്. അതിന് തടയിടാൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുമോ? അഭിലാഷ്, ഇവിടെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ക്രൈസ്തവ സഭകളുടെ ഭാഗത്ത് ഉണ്ടായ ഏറ്റവും പ്രധാന ആശങ്ക ഇപ്പോൾ വാക്കുകൾ കൊണ്ടെങ്കിലും പ്രധാനമന്ത്രി ദൂരീകരിച്ചു കഴിഞ്ഞു. ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ചിന്ത വരുന്നത്, ഇങ്ങനെയൊരു പ്രഖ്യാപനം ഉണ്ടാക്കുന്നത്. ഇതുവരെ പലപ്പോഴും ഈ ക്രൈസ്തവ സഭകൾ എന്തുകൊണ്ടാണ് ക്രൈസ്തവർക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ചും മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് ആക്രമണം ഉണ്ടാകുമ്പോൾ പ്രധാനമന്ത്രി എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു, മൗനം വെടിഞ്ഞ് എന്തുകൊണ്ട് ശ്രീ നരേന്ദ്രമോദിക്ക് ഇതേക്കുറിച്ച് നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ആക്രമണകാരികളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രസ്താവന ഇറക്കിക്കൂടാ, എന്തുകൊണ്ട് ഇത് നിയന്ത്രണ വിധേയമാക്കിക്കൂടാ? ഈ ഒരു പ്രശ്നത്തിന് ഒറ്റയടിക്ക് ശ്രീ നരേന്ദ്രമോദി പരിഹാരം കണ്ടിരിക്കുന്നു, വാക്കുകൾ കൊണ്ടെങ്കിലും. ഇനി കാണാനുള്ളത് വാക്കുകൾ കൊണ്ട് പറഞ്ഞ കാര്യം നടപ്പിൽ വരുമോ എന്നതാണ്. ഇവിടെയാണ് വടക്കേ ഇന്ത്യയിലെ യാഥാർത്ഥ്യം, പ്രത്യേകിച്ച് മധ്യ ഭാരതത്തിലെയും വടക്കൻ ഭാരതത്തിലെയും യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്. ഈ ഭാഗങ്ങളിൽ ട്രൈബൽ വിഭാഗത്തിൽ നിന്നും, ഗോത്രവർഗ മേഖലയിൽ നിന്നും, ഛത്തീസ്ഗഡ് ആകട്ടെ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഒറീസ, വെസ്റ്റ് ബംഗാൾ മുതലായ സംസ്ഥാനങ്ങളുടെ ഗോത്ര മേഖലയിലെ വലിയ തോതിൽ ജനങ്ങളെ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾ ക്രൈസ്തവ ചിന്താധാരയിലേക്ക് കൊണ്ടുവരുന്നു, കൺവേർഷൻ തന്നെ നടത്തുന്നു. അതിന് എതിർത്തുകൊണ്ട് അവിടുത്തെ ചില പ്രാദേശിക ഹൈന്ദവ സംഘടനകൾ അവരെല്ലാം സംഘപരിവാറിന്റെ ചട്ടക്കൂടിലാണ് എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. പക്ഷേ ഇതിന്റെ ആരോപണം പലപ്പോഴും കേൾക്കേണ്ടി വരുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും അതുപോലെ തന്നെ സംഘപരിവാറിന്റെ മറ്റ് സംഘടനകളും RSS, വിശ്വ ഹിന്ദു പരിഷത്തും ഒക്കെയാണ്. പലപ്പോഴും അവരുടെ ഭാഗത്തുനിന്ന് പറയുന്നത് ഞങ്ങൾക്കിതിൽ നേരിട്ട് പങ്കില്ല, ഞങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില പ്രാദേശിക സംഘടനകളാണ് ഈ ക്രൈസ്തവ മിഷണറിമാർക്കെതിരെയും പ്രവർത്തകർക്കെതിരെയും അല്ലെങ്കിൽ ഫാമിലീസിനെതിരെയും അല്ലെങ്കിൽ കൺവേർട്ടഡ് ആകുന്ന കുടുംബങ്ങൾക്കെതിരെയും ഓരോന്നും പ്രഖ്യാപിക്കുകയും ആക്രമണം നടത്തുകയും സ്ഥാപനങ്ങൾക്കെതിരെ, കന്യാസ്ത്രീ മഠങ്ങൾക്കെതിരെ, വൈദികർക്കെതിരെ ഒക്കെ ആക്രമണം നടത്തുകയും ചെയ്യുന്നു. ഈ ഒരു കാര്യം സഭാപിതാക്കന്മാർ
ഈ പ്രധാനമന്ത്രി മോഡിയെ ഇന്ന് കണ്ട 8 സഭാ പിതാക്കന്മാർ സമർത്ഥമായി ശ്രീ നരേന്ദ്രമോദിയുടെ മുമ്പിൽ ഈ ആവശ്യം ഉന്നയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുള്ള പരിഹാരം എന്ന നിലയിലാകണം നമ്മുടെ പ്രധാനമന്ത്രി ഒരു ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. മേലിൽ ഇങ്ങനെ ഒരു ആക്രമണം അപലപനീയമാണ്. ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും ദൗർഭാഗ്യകരമാണ്. ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്നത് ഒരു ജെന്റിൽമാൻലി വേർഡായിട്ടും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്, ഇത് കേവലം BJP നേതാവല്ല ഉറപ്പ് നൽകിയിരിക്കുന്ന, ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഈ ഉറപ്പ് പാലിക്കപ്പെടും എങ്കിൽ BJPയോടുള്ള ക്രൈസ്തവ സഭയുടെ അയുത്തം ഒട്ടൊക്കെ മാറിക്കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ക്രൈസ്തവ മേഖലകളിൽ BJPക്ക് കടന്നു കയറണമെങ്കിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. ആ ഒരു കാര്യത്തിന് ഇവിടെ പരിഹാരമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഒരു സമ്മേളനം, ഈ ഒരു കൂടി വരവ് പലർക്കും അതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. പക്ഷെ പങ്കെടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ പ്ലാനോടുകൂടി തന്നെയാണ് മെത്രാന്മാര് പോയത് എന്ന് മനസ്സിലാക്കേണ്ടി വരും. അത് മാത്രമല്ല, വളരെ പ്രൊഡക്റ്റീവായ ചർച്ചകൾക്ക് ശേഷം ഇങ്ങനെ എന്താണോ അവർ കേൾക്കാൻ ആഗ്രഹിച്ചത് അത് പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് തന്നെ ലഭിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. മറ്റു കാര്യങ്ങൾ ഈ പ്രധാനമന്ത്രിയോട് ക്രൈസ്തവ സഭാ നേതാക്കൾ പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ള മറ്റു കാര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ വെളിയിൽ വന്നിട്ടില്ല. ഒരുപക്ഷെ ക്രൈസ്തവ ന്യൂനപക്ഷം ആയിരിക്കുന്ന പ്രവൃത്തി മേഖലകളിൽ, പ്രത്യേകിച്ചും കുടിയേറ്റ മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ, റബ്ബർ കർഷകരുടെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, അത് ദീർഘകാല അടിസ്ഥാനത്തിൽ പരിഹാരം കാണേണ്ടതാണ്. റബ്ബറിന് 300 രൂപ എന്ന് പറയുന്നത് ഒറ്റയടിക്ക് അന്താരാഷ്ട്ര റാമിഫിക്കേഷൻസ് ഉള്ളതാണ്, നയപരമായ തീരുമാനമാണ്. ഒറ്റയടിക്ക് പ്രധാനമന്ത്രിക്ക് ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്ക് കൊടുക്കാവുന്ന ഉറപ്പിന്റെ പരിധിക്ക് ഉപരിയായ ഒരു കാര്യമായിരിക്കാം. അതുകൊണ്ട് അതൊരു ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട്, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് 2024 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായാൽ ഞാൻ അത്ഭുതപ്പെടില്ല. റബ്ബറിന്റെ താങ്ങുവില 300 രൂപ, റബ്ബറിന്റെ വില 300 രൂപ അതിലധികമോ ആയി നിജപ്പെടുത്തുന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇറക്കുമതി സംബന്ധമായ കാര്യങ്ങളിൽ ചില നിലപാട് മാറ്റം വരികയും ഒക്കെ ചെയ്താൽ എനിക്ക് അത്ഭുതപ്പെടാനാവില്ല. അതുകൊണ്ട് പൊതുവെ ഇന്ന് നടന്ന ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി ഇന്ന് നടന്ന സംഭാഷണം ഏതാണ്ട് അർത്ഥവത്തായിരുന്നു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ മോഹൻ വർഗീസ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. ടോം ഉണ്ട് വീണ്ടും വാർത്തയുടെ വിശദാംശങ്ങളുമായി. ടോം, ഇതാണ് സാഹചര്യം. അതായത് ഈ വിഷയങ്ങളെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നില്ലേ? അഭിലാഷ്, അത് തന്നെയാണ്. കാരണം ഈ ക്രൈസ്തവ സഭകളുടെ ഒരു പ്രതീക്ഷയും അത് തന്നെയാണ്. അവർ തന്നെ നേരത്തെ, അതായത് നമ്മൾ പല ബിഷപ്പുമാരുമായി സംസാരിക്കുമ്പോഴും BJPയുമായി ഒരു പരസ്യ യുദ്ധത്തിലേക്ക്, അതായത് അവരുമായി ഒരു അതൃപ്തിയിലൂടെ, അതായത് ഒരു തർക്കത്തിലൂടെയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് സഭയ്ക്ക് തന്നെയായിരിക്കും ക്ഷീണം ചെയ്യുക. പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ രാജ്യത്ത് ഭരിക്കുന്ന ഒരു പാർട്ടിയെ പിണക്കിയാൽ, അവരോട് അയിത്തം കൽപ്പിച്ചാൽ ഒരുപക്ഷെ പല രീതിയിലുള്ള, അതായത് തുടർന്നുള്ള പല സഭയ്ക്ക് പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. മാത്രമല്ല ഈ ക്രൈസ്തവ സഭ വിശ്വാസികളും ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അതിനൊരു തടയിടണമെങ്കിൽ BJPയുമായി ഒരു നല്ല നീക്കുപോക്ക് വേണം, നല്ലൊരു ചർച്ചകൾ വേണം, അവരുമായി ഒരു സൗഹാർദ്ദം വേണം. ആ ഒരു കാഴ്ചപ്പാടാണ് സഭയ്ക്കുള്ളത്. ഒരു പരസ്യമായ ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും കേരളത്തിൽ നേരത്തെ മുതൽ തന്നെ ക്രൈസ്തവ വിഭാഗങ്ങൾ പൂർണ്ണമായി, ഒരു വലിയ വിഭാഗവും UDFന് അനുകൂലമായിരുന്നു, ചെറിയ വിഭാഗം ഇടതുപക്ഷത്തിനും അനുകൂലമായിരുന്നു. പക്ഷേ ആ ഒരു സാഹചര്യം മാറി വരുന്നു എന്നതിന്റെ ചില സൂചനകൾ തന്നെയാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയായി നമ്മൾ കാണേണ്ടത്. ഈ കൂടിക്കാഴ്ച നമ്മൾ കാണേണ്ടത് കാരണം കേരളത്തിൽ മാത്രം, ഒരുപക്ഷെ കേരളത്തിൽ ക്രൈസ്തവ വിഭാഗം സുരക്ഷിതരായിരിക്കാം, പക്ഷേ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ആ ഒരു അവസ്ഥയല്ല. അത്തരമൊരു സുരക്ഷിതത്വം ഉണ്ടാകണമെങ്കിൽ BJPയുമായി വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ക്രൈസ്തവ വിഭാഗം നേതാക്കൾ നടത്തിയിട്ടുള്ളത്. 8 സഭാധ്യക്ഷന്മാർ ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയത്. അതിനുശേഷം ഈ മതമേലധ്യക്ഷന്മാരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ളവ അവസാനിപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും, എല്ലാ മതവിഭാഗത്തിലും പെട്ടവർക്ക് സംരക്ഷണം ഒരുക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രധാനമന്ത്രി കൃത്യമായ ഉറപ്പ് നൽകി എന്നുള്ളതാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ടോം നൽകിയത്. ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടി യുവമോദി കാണാം.